നമ്മളൊന്ന് കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവസാന നിമിഷങ്ങളിലുള്ള ഒരു പെട്ടെന്നുള്ള നമുക്ക് ബാക്കി പറയാനുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മള് ഇവിടെ പറയുന്നുണ്ട്, പറഞ്ഞിരുന്നു അല്ലെ, കുറെ കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട എല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പം കലാം പറഞ്ഞിട്ടുണ്ട്, എന്താ അബ്ദുൽ കലാം പറഞ്ഞിരിക്കുന്നത്? എന്റെ മരണ ദിവസം അവധിയായി ആഘോഷിക്കാതെ ആ ദിവസം നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് പണിയെടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ്, ഒരു അവധിയോ അല്ലെങ്കിൽ ഒരു കുറച്ച് സമയമൊക്കെ കിട്ടുമ്പോൾ അത് മറ്റു കാര്യങ്ങൾക്ക് മാറ്റിവെക്കാതെ എന്ത് ചെയ്യണം, നമ്മൾ പഠനത്തിലേക്ക് തന്നെ പോവുക അല്ലെ. അപ്പൊ നമുക്ക് എന്താണ്, അങ്ങനെ ഒരു പ്രത്യേക ഒരു അവധിയായിട്ടൊരു സമയം നമ്മൾ മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എന്താണ്, അതെല്ലാം നമ്മുടെ എന്താണ്, നമ്മുടെ വിജയത്തിലേക്കുള്ളൊരു പടിവാതിലായിട്ട് കാണണം എന്ന് ആരാ പറഞ്ഞിരിക്കുന്നത്? അബ്ദുൽ കലാമ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങളും അങ്ങനെ ചെയ്തിട്ടുണ്ടാവും, അവധി ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ ഒരു ആഘോഷത്തിന് വേണ്ടി മാറ്റിവെക്കാതെ നിങ്ങളുടെ പഠനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് അതിന്റെ അവസാന ഫിനിഷിംഗ് പോയിന്റിലേക്ക് നിങ്ങൾ എത്തുകയാണ്. അപ്പൊ നമുക്ക് അവസാനത്തെ എന്താണ്, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തേണ്ട ബാക്കി തന്നെയാണ്. ഇലക്ട്രൽ സിസ്റ്റം ഇൻ ഇന്ത്യ, പേജ് നമ്പർ 198, 198 എന്താണ് ഇലക്ട്രൽ സിസ്റ്റം ഇൻ ഇന്ത്യ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അവിടെ നിന്ന് ചോദിക്കാവുന്ന ചോദ്യമാണ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചൊക്കെ ബന്ധപ്പെട്ട്. ഇലക്ഷൻ കമ്മീഷൻ അദ്ദേഹത്തിന്റെ ചുമതലകൾ എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇലക്ഷൻ കമ്മീഷൻ എന്ന് അപ്പോയിന്റ് ചെയ്തു കേട്ടോ. ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ വാസ് അപ്പോയിന്റഡ് in 1915 കേട്ടോ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഫസ്റ്റ് ഇലക്ഷൻ കമ്മീഷണർ കേട്ടോ, ഫസ്റ്റ് ഇലക്ഷൻ കമ്മീഷണർ അപ്പോയിന്റഡ് 1950, 1950 കാര്യം ഓർത്തിരിക്കുക കേട്ടല്ലോ. കേട്ടോ, ഓർത്തിരിക്കുക. അപ്പൊ അത് ഓർത്തിരിക്കുക, 1950 ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ അപ്പോയിന്റ് ചെയ്ത കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ the election commission became a multi-member body on October 16, 1989 കേട്ടോ. then the president appointed 2 more election commission, 2 അതിൽ കൂടുതലോ ഇലക്ഷൻ കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്തത് 1989 മുതലാണ് കേട്ടോ. 1989 മുതൽ ആ വർഷമൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. 1989 ഒക്ടോബർ 16 കേട്ടോ. 2 2 കൂടുതൽ ഇലക്ഷൻ മെമ്പേഴ്സിന് ഇന്ത്യൻ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്തത് 1989 മുതലാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇലക്ഷൻ കമ്മീഷനിൽ എത്ര അംഗങ്ങൾ ഉണ്ടാവും? 3 പേരാണ്. എന്താണ്, ഒരു സീനിയറും ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും അതുപോലെ തന്നെ ബാക്കി 2 പേരും ഉണ്ടാവും. ഓർത്തിരിക്കുക കേട്ടോ, മൊത്തം 3 പേരാണ്. അതിന്റെ അംഗസംഖ്യയൊക്കെ ഓർത്തിരിക്കുക. ഇലക്ഷൻ കമ്മീഷന്റെ അതുപോലെ തന്നെ ദ ടേം ഓഫ് 6 years ആണ്. ഇലക്ഷൻ കമ്മീഷന്റെ ടേം എത്രയാണ്? 6 years ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇലക്ഷൻ കമ്മീഷന്റെ ടേം എത്രയാണ്? 6 വർഷമാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. എല്ലാവരും കേൾക്കുന്നുണ്ടോ? കാണാമോ, കേൾക്കാമോ? കേൾക്കാം സാർ, കാണാം. ഓക്കെ. അപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ കാലാവധി എത്രയാണ്? 6 ഇലക്ഷൻ കമ്മീഷന്റെ, അതായത് അദ്ദേഹം അപ്പോയിന്റ് ചെയ്താൽ 5 വർഷമല്ല 6 വർഷമാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അല്ലെങ്കിൽ എത്രയാണ്? 65 വയസ്സ്. ഒന്നുകിൽ 6 വർഷം, ഇനി അതിനു മുമ്പ് 65 വയസ്സ് പൂർത്തിയായാൽ അദ്ദേഹം അത് റിട്ടയർമെന്റ് ആയി പോകേണ്ടി വരും. ഓർത്തിരിക്കുക. 2 കാര്യം ഓർക്കാം. ഓപ്ഷൻ 2 തരത്തിൽ ചോദിക്കാം. ഒന്നുകിൽ 6 വർഷം കാലാവധി എന്നാണോ ഇത് നമ്മൾ അദ്ദേഹം കയറിയ ഏത് വ്യക്തിയാണ് ആ വ്യക്തി കയറി അദ്ദേഹത്തിന്റെ 6 വർഷത്തെ കാലാവധി, അല്ലെങ്കിൽ അദ്ദേഹം എന്താണ് 65 വയസ്സായിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പ് തന്നെ 65 വയസ്സായാൽ അദ്ദേഹത്തിന് റിട്ടയർമെന്റ് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. എന്താണ് ജനറൽ ഇലക്ഷൻ, ബൈ ഇലക്ഷൻ, മിഡ് ടേം ഇലക്ഷൻ? അവിടെ നിന്ന് വൺവേഡുകളായിട്ട് ചോദിക്കാം. നമുക്കറിയാലോ, പൊതു ഇലക്ഷൻ അറിയാലോ, നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ജനറൽ ഇലക്ഷൻ നടന്നു കഴിഞ്ഞു. ബൈ ഇലക്ഷൻ നമുക്കറിയാലോ, റെസിഗ്നേഷനോ അല്ലെങ്കിൽ ഡെത്തോ ബന്ധപ്പെട്ട് ഒരു വ്യക്തി മരണമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാജ്യവുമായി ബന്ധപ്പെട്ട് വീണ്ടും അല്ലെ ആ മണ്ഡലത്തിൽ, അത് നിങ്ങൾക്കറിയാം. മിഡ് ടേം ഇലക്ഷൻ അതായത് ഒരു കാലാവധി 5 വർഷം പൂർത്തിയാക്കുന്നതിന് മുമ്പ് നടക്കുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അതുപോലെ തന്നെ നമ്മുടെ ഒരു വോട്ടർ ആയിരിക്കണമെങ്കിൽ ഇന്ത്യൻ പൗരനായിരിക്കണം, 18 വയസ്സുണ്ടായിരിക്കണം, ഇന്ത്യൻ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഷീസ് റെസിഡന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യുവൻസി, നമ്മുടെ മണ്ഡലത്തിൽ താമസിക്കാനുള്ള കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ പൊളിറ്റിക്കൽ പാർട്ടീസിനെ കുറിച്ചൊക്കെ അറിയാവുന്നതാണ് അല്ലെ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാം. പ്രിസൈഡിംഗ് ഓഫീസർ ആരാണ്, പോളിംഗ് ഓഫീസർ ആരാണ്, ഇലക്ഷൻ കമ്മീഷന് അല്ലെ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് അറിയാം. ഒരു ചോദ്യമാണ്, ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഈസ് അപ്പോയിന്റഡ് ബൈ. ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അപ്പോയിന്റഡ് ബൈ, നിങ്ങൾ തന്നെ പറഞ്ഞേ, ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? വേഗം പറഞ്ഞേ, ആരാ അപ്പോയിന്റ് ചെയ്യുന്നേ? എന്നാലും പറയുന്നില്ലേ? അത് പ്രസിഡന്റ് ആണ് അല്ലെ, പ്രസിഡന്റ് ആണ്. ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഈസ് അപ്പോയിന്റഡ് ഫോർ എ ഡാഷ് ഇയേഴ്സ്. എത്ര വർഷത്തിനാണ്? 6 years ആണ്. ഓർത്തിരിക്കുക കേട്ടോ. ഇവിടെ ഒരു ചോദ്യമാണ്,
മച്ച് ദ ഫോളോയിങ് സിമ്പിൾസ് വിത്ത് റെസ്പെക്റ്റീവ് പൊളിറ്റിക്കൽ പാർട്ടീസ്. ഇപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ പ്രധാനപ്പെട്ട സിമ്പിൾസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ബി ജെ പിയുടെ ഏതാണ്? ലോട്ടസ് അല്ലെ, ഓർത്തിരിക്കണം. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഹാൻഡ്, തെലുങ്കുദേശം, സൈക്കിളാണ്. നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പം കാരണം ഈ ഇലക്ഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചിലപ്പോൾ ഈ ചോദ്യങ്ങൾ വന്നേക്കാം കേട്ടല്ലോ. നമുക്ക് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പൊ അവിടെ നമുക്ക് പ്രധാനമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ചീഫ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പഠിച്ചിരിക്കണം കേട്ടല്ലോ. പിന്നെ നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക ഇലക്ട്രോണിക് വോട്ട് മെഷീനെ കുറിച്ച് അറിഞ്ഞിരിക്കുക കേട്ടോ. ഇലക്ട്രോണിക് EVM എന്ന് പറഞ്ഞാൽ എന്താണ്? EVM എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിക് വോട്ട് മെഷീൻ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. EVM കേട്ടോ, ഇലക്ട്രോണിക് വോട്ട് മെഷീൻ കേട്ടോ. EVM എന്താണ്? ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കേട്ടോ. ഏതാണ്ട് 1999 എന്താണ് ഡൽഹി കേന്ദ്രീകരിച്ച് ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ 1999 ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. 1999 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹി കേന്ദ്രീകരിച്ച് ആദ്യമായിട്ട് EVM ഉപയോഗിച്ചിരുന്നു. പിന്നീട് ഏതാണ്ട് 2004 വരുമ്പോൾ ഒരു പൊതു ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ലോക്സഭ ഇലക്ഷനിൽ പൂർണ്ണമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? 2004 പൂർണ്ണമായിട്ട് ഇന്ത്യ മുഴുവൻ പൂർണ്ണമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? EVM ഉപയോഗിച്ചിരുന്നു, ഇലക്ട്രോണിക് വോട്ട് മെഷീൻ ഒക്കെ ഉപയോഗിച്ചിരുന്നു. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറയുന്നത് ഇപ്പൊ തന്നെ നോട്ട് ചെയ്ത് വെക്കുക, അത്രേ ഉള്ളൂ കേട്ടല്ലോ. 1999 ഡൽഹി നിയോജക മണ്ഡലത്തിലാണ് ആദ്യമായിട്ട് ഉപയോഗപ്പെടുത്തിയത്. പിന്നീട് 2004 ഇന്ത്യ മുഴുവനും കേട്ടോ. ഇവിടെ പറയുന്നുണ്ട് ജനറൽ ഇലക്ഷൻ EVMs യൂസ്ഡ് ഫോർ ഓൾ ഓവർ ദി കൺട്രി ഫോർ ലോക്സഭ ഇലക്ഷൻ 2004. ജസ്റ്റ് ഞാൻ നിങ്ങളെ ഒന്ന് മനസ്സിലാക്കി കൊണ്ടുപോകുന്നത് മാത്രമേ ഉള്ളൂ, ചിലപ്പോൾ ചോദിക്കാം. അപ്പൊ അതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ റീപോൾ എന്താണെന്നറിയാലോ? റീപോള് അല്ലെ, റീപോൾ എന്താണെന്നറിയാലോ നിങ്ങൾക്ക്? ഇലക്ഷനത്തിൽ പ്രോബ്ലം ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് മാറ്റി വെച്ചാൽ വീണ്ടും എന്ത് ചെയ്യുന്നു? അവിടെ റീ ഇലക്ഷൻ നടത്തുന്നു, അല്ലെങ്കിൽ അല്ലെ എന്താണ് ഇവിടെ പറയുന്നുണ്ട്? ഇറ്റ്സ് ദ ടൈം അറ്റ് പോളിംഗ് ബോത്ത് ഈസ് ക്യാപ്റ്റൻഡ് സം ആന്റി സോഷ്യൽ എലമെന്റ്സ്. എന്തെങ്കിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ഇലക്ഷൻ കമ്മീഷൻ മേ ഓർഡർ ഹോൾഡിംഗ് ആൻഡ് റീപോൾ അല്ലെ, അങ്ങനെയുള്ള കാര്യം, റീപോളിംഗ് നടത്തുന്ന കാര്യം അറിയാലോ. അതൊക്കെ മനസ്സിലാക്കി വെക്കുക. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഒന്ന് രണ്ട് ചോദ്യം കൂടി നമുക്ക് പറയാം. ഇന്ത്യൻ ഇലക്ട്രൽ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്തൊക്കെയാണ്? ഇന്ത്യൻ ഇലക്ട്രൽ സിസ്റ്റത്തിന്റെ മണി പവർ, മസിൽ പവർ അല്ലെ. മണി പവർ ഉണ്ട് അല്ലെ, മണി പവർ അതൊരു വലിയ പ്രോബ്ലമാണ്. മസിൽ പവർ ഉണ്ട്, കാസ്റ്റ് ആൻഡ് റിലീജിയൻ, മതവും മറ്റ് പ്രശ്നങ്ങളും ഉണ്ട് അല്ലെ. ഗവൺമെന്റ് സംവിധാനങ്ങളെ മിസ്യൂസ് ചെയ്യുന്നത്, അതൊക്കെ പഠിച്ചു വെക്കണേ. അതൊക്കെ ചെറിയ ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കാവുന്നതാണ് കേട്ടോ. അത് ഓർത്തിരിക്കുക. മണി പവർ, മസിൽ പവർ, അതുപോലെ തന്നെ കാസ്റ്റ് ആൻഡ് റിലീജിയൻ, മിസ്യൂസ് ദ ഗവൺമെന്റ് ഓഫ് മിഷണറി, ഗവൺമെന്റ് മിഷണറിയെ എന്താണ് മിസ്യൂസ് ചെയ്യുക. അതൊക്കെ നമ്മുടെ ഇലക്ഷൻ നടക്കുന്നില്ലേ, കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങൾ കണ്ടു കാണും. മണി പവർ, അവിടെ ഇവിടെയൊക്കെ പണം പിടിച്ചു എന്നും. മസിൽ പവർ അല്ലെ, വോട്ട് ചെയ്യാൻ വേണ്ടി ഒത്തിരി എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പ്രശ്നങ്ങൾ, വാഗ്വാദങ്ങളൊക്കെ നടക്കും. പിന്നെ മതം ഒരു പ്രശ്നമാണ്. മതം നോക്കിയിട്ടൊക്കെയാണ്, മതം നോക്കിയിട്ടാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, വോട്ട് ചെയ്തത്. മിസ്യൂസ് ദ ഗവൺമെന്റ് മിഷണറി, ഗവൺമെന്റ് സംവിധാനങ്ങളെ മിസ്യൂസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കണം. നമുക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കൂടി നോക്കാം. ഹു ഇഷ്യൂസ് ദ നോട്ടിഫിക്കേഷൻ ഫോർ ഇലക്ഷൻ? ചോദ്യം ഇതാണ്, ഹു ഇഷ്യൂസ് ദ നോട്ടിഫിക്കേഷൻ ഫോർ ഇലക്ഷൻ? ആരാണ്? വേഗം പറഞ്ഞേ. വേഗം പറഞ്ഞേ. ഹു ഇഷ്യൂസ് ഇലക്ഷൻ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ഫോർ ഇലക്ഷൻ? ആരാ? പറഞ്ഞു എന്താണ്? ആരാണ്? പ്രസിഡന്റ്. ഓക്കെ വെറുതെ ഓർത്തിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ ദ പോളിംഗ് ബൂത്ത് ഈസ് മാൻഡ് ബൈ ദ, ഒരു ചോദ്യമാണ്. അവിടെ വൺവേഡികളുണ്ട് കേട്ടോ, എല്ലാവരും നോക്കി വെക്കണേ. വൺവേഡികളുണ്ട്, എല്ലാവരും നോക്കി വെക്കണം. പോളിംഗ് ബൂത്ത് ആരുടെ നിയന്ത്രണത്തിലാണ്? അല്ലെങ്കിൽ മാൻഡ് ബൈ പോളിംഗ് ഓഫീസേഴ്സ് അല്ലെ, പോളിംഗ് ഓഫീസേഴ്സ് ഉണ്ടാവും, ഓർത്തിരിക്കുക. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ക്യാൻ അക്കോമഡേറ്റ് എ മാക്സിമം നമ്പർ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ എത്ര പേര്, അല്ലെങ്കിൽ എത്ര മത്സരിക്കുന്നവർ, എത്ര പേരുടെ മാക്സിമം ഉൾപ്പെടുത്താൻ സാധിക്കും? ആയിക്കോട്ടെ, 16 എന്താണ് 16 കാൻഡിഡേറ്റ്സിന് മാക്സിമം ഉൾപ്പെടുത്താൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. ഞാൻ എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി നമുക്ക് അടുത്തിലേക്ക് പോകാൻ. നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്താണ്? നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസ്, അതിനെ കുറിച്ച് എന്തറിയാം? വേഗം ഒന്ന് പറഞ്ഞു. അതിനെ കുറിച്ച് എന്തറിയാം? നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസിനെ കുറിച്ച് പെട്ടെന്ന് പറയാമോ? നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസിനെ കുറിച്ച് എന്ത് പറയാൻ പറ്റും? ആർഷ, നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് പെട്ടെന്ന് പറയണേ. നമുക്കറിയാം, നമുക്ക് റീജിയണൽ പാർട്ടീസ് ഉണ്ട്, നാഷണൽ പാർട്ടീസ് ഉണ്ട്. അപ്പൊ നാഷണൽ പാർട്ടീസ് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, റീജിയണൽ പാർട്ടീസ് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ആർഷ കേൾക്കുന്നുണ്ടോ?
വേഗം പറഞ്ഞു. നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസ്. ഓക്കെ, അപ്പൊ അതിലേക്ക് ശ്രദ്ധിക്കുന്നില്ല അല്ലേ ആർഷ? ശ്രദ്ധിക്കണേ, ക്ലാസ്സിൽ ഉണ്ടാവണേ കേട്ടോ. അപ്പൊ നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്? ഇവല്യൂഷൻ ഓഫ് പാർട്ടി സിസ്റ്റം ഇൻ ഇന്ത്യ, ഇന്ത്യൻ പാർട്ടി സിസ്റ്റത്തെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ നാഷണൽ പാർട്ടീസ് എന്താണ്, റീജിയണൽ പാർട്ടീസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയിക്കാം. അപ്പൊ അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും നമുക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ പറയാം. CPI ഏത് പാർട്ടിയാണ്? CPI വേഗം പറഞ്ഞേ. CPI ഏത് പാർട്ടിയാണ്? വേഗം പറ. വേഗം പറഞ്ഞു. എന്താണ് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണോ? ചെയ്ത ചോദ്യമാണ്. ഓക്കെ, നാഷണൽ ആണോ റീജിയണൽ ആണോ? വേഗം പറ. ഇതാണ് നാഷണൽ പാർട്ടി അല്ലേ? നാഷണൽ പാർട്ടി DMK റീജിയണൽ പാർട്ടി. റീജിയണൽ പാർട്ടി കേട്ടോ. പെട്ടെന്ന് പറയണേ, അങ്ങനെ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് വരണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോംഡ് ഇൻ ദി ഇയർ. വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് AOHയും 1885 ഡിസംബർ 28, 1885 ഡിസംബർ 28 AOHയും. ആദ്യത്തെ പ്രസിഡന്റ് WC ബാനർജി കേട്ടോ, ഓർത്തിരിക്കണേ. 1885 പലപ്പോഴും ചോദിച്ച ചോദ്യമാണ്. അതുപോലെ തന്നെ AOHയും എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് അത് കൊണ്ടുവന്നത്, ഈ പാർട്ടി, ഇത് പ്രസ്ഥാനമായിട്ട്. പിന്നീട് എന്താണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊണ്ടൊരു സംവിധാനമായിരുന്നു. പിന്നീട് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ട് മാറുകയായിരുന്നു അല്ലേ? ഓക്കെ, നിലവിൽ അതിന്റെ ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനാരാണ്? മല്ലികാർജുന ഖാർഗെ. ഓർത്തിരിക്കണം കേട്ടോ, മല്ലികാർജുന ഖാർഗെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അല്ലേ? മഹാത്മാഗാന്ധി ലീഡർഷിപ്പ് കോൺഗ്രസ് ബിക്കെയിം. എന്നാണ് മഹാത്മാഗാന്ധി അല്ലെ? അണ്ടർ ദ മഹാത്മാഗാന്ധി ലീഡർഷിപ്പ് കോൺഗ്രസ് ബിക്കെയിം ആൻ ഓർഗനൈസേഷൻ ഓഫ് ദ ഡാഷ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? വേഗം പറഞ്ഞേ. കോമൺ പീപ്പിളിന് വേണ്ടിയാണ് അല്ലെ? എന്താ പറഞ്ഞിരിക്കുന്നത്? അണ്ടർ മഹാത്മാഗാന്ധി ദ ലീഡർഷിപ്പ് കോൺഗ്രസ്. എന്താണ് സംശയമുണ്ടോ? അണ്ടർ മഹാത്മാഗാന്ധി കേട്ടില്ല. എന്താ പറഞ്ഞ? എനിക്ക് ക്ലിയർ ആയില്ല. ഓക്കെ, അണ്ടർ മഹാത്മാഗാന്ധി ലീഡർഷിപ്പ് കോൺഗ്രസ് ബിക്കെയിം ആൻ ഓർഗനൈസേഷൻ ഓഫ് ദ കോമൺ പീപ്പിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോമൺ പീപ്പിൾ ആണ്. നാഷണൽ എമർജൻസി വാസ് ഡിക്ലെയർഡ്. എന്നാണ് നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചത്? 75, 76, 77. വേഗം പറഞ്ഞു നിങ്ങള്. 75. ഓക്കെ, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് ഉദയം ചെയ്തു? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുക കേട്ടോ. ഏറ്റവും ഓൾഡസ്റ്റ് പാർട്ടിയാണെന്ന് ഓർത്തിരിക്കുക. അത് 1925 കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിതമായതെന്നും ഒക്കെ ഓർത്തിരിക്കുക. കൃത്യമായിട്ട് ഓർത്തിരിക്കണം. 1925 കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, പിന്നീട് CPIM CPI ആയിട്ട് മാറിയത് 1964 CPIM എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസം വിശ്വസിക്കുന്നവരും, CPI എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും. 1964 അത് രണ്ടായിട്ട് മാറിയതെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. രണ്ട് പാർട്ടികളായിട്ട് തിരിഞ്ഞത്. രണ്ട് പാർട്ടികൾ തന്നെയാണെങ്കിലും രണ്ട് പാർട്ടികളാണ്, ഓർത്തിരിക്കുക. പിന്നെ BSP കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. കൃത്യമായിട്ട് BSP കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ബഹുവൻ സമാജ്വാദി പാർട്ടി എന്നൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. ഉത്തർപ്രദേശ്, പഞ്ചാബ് അങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ്. നമ്മൾ കേരളത്തിലൊക്കെ ഉണ്ടെങ്കിൽ പോലും അതുപോലെ ഭാരതീയ ജനതാ പാർട്ടി BJP കുറിച്ച് ഓർത്തിരിക്കണം. 1980 അല്ലെ ഫോം ചെയ്തത്. ഇപ്പൊ ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. അവരുടെ സഖ്യമാണ്. പാർട്ടി എന്ന് പറയാൻ പറ്റില്ല, അവരുടെ സഖ്യമാണെന്ന് മാത്രം ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അവിടുന്ന് വൺവേഡുകളൊക്കെ ധാരാളം ഉണ്ടാവും. കൃത്യമായിട്ട് പഠിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു ചോദ്യം ഇതാണ്. ഇൻ ദ 1984 1984 ജനറൽ ഇലക്ഷൻ, ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ BJP നേടിയ സീറ്റ് എത്രയാണ്? വേഗം പറഞ്ഞേ. 2 സീറ്റാണ് അല്ലെ? 2 സീറ്റാണ്. ആ പാർട്ടിയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ 300-ലധികം സീറ്റുകൾ നേടിയിരിക്കുന്നത്. ഓക്കെ, ഓർത്തിരിക്കുക. അപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കുറെ ചോദ്യങ്ങൾ ഉണ്ടാവാം. വേറെ ഡൗട്ട് ഉണ്ടെന്നെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? എല്ലാവരും പഠിച്ചു കഴിഞ്ഞോ? നല്ലപോലെ പഠിച്ചു കഴിഞ്ഞോ എല്ലാവരും? ആരൊന്നും പറയുന്നില്ല. നയന, പ്രീതി, ആർഷ, അമൽ കുര്യാക്കോസ്, അനിറ്റ, പഠിച്ചോ എല്ലാവരും? പഠിച്ചോ എല്ലാവരും? പഠിച്ചോ? അത്യാവശ്യം നോക്കിയിട്ടുണ്ട്. ഓക്കെ, പെട്ടെന്ന് നോക്കുക കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കുക. നമുക്ക് ഈ ക്ലാസ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്, നമുക്ക് 20ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമുക്ക് റീജിയണലിസം ആൻഡ് റീജിയണൽ പാർട്ടീസ് ഒക്കെ പഠിക്കാനുണ്ട്. റീജിയണലിസം അറിയാലോ, എന്താണെന്ന് പ്രത്യേകം നമുക്ക് പറയേണ്ട ആവശ്യമില്ല അല്ലെ? പ്രാദേശികവാദം അല്ലെ? ഒരിക്കലും നല്ലതല്ല. അതുപോലെ തന്നെ എന്താണ്
റീജിയണൽ പാർട്ടികളും. അത് രണ്ടും ഒരിക്കലും നല്ലതല്ല. പക്ഷെ നമ്മൾ പഠിക്കാനുണ്ട്. റീജിയണൽ പാർട്ടീസ് ഒക്കെ നമുക്ക് ലോക്കൽ പാർട്ടി, നാഷണൽ പാർട്ടികളെ കുറിച്ചല്ല, ലോക്കൽ പാർട്ടികളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പൊ അതുപോലെ തന്നെ റീജിയണലിസത്തിലേക്ക് വന്നു കഴിയുമ്പോൾ റീജിയണലിസം നമ്മൾ രണ്ട് തരത്തിലെടുക്കും. നെഗറ്റീവും പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാമെന്ന് പറയുന്നുണ്ട് റീജിയണലിസം, അത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഒരു ചോദ്യമാണ്, ഇൻ ദ പോസിറ്റീവ് സെൻസ് ഓഫ് റീജിയണലിസം ഈസ് പീപ്പിൾ ലവ് ഫോർ ദെയർ ഡാഷ് ആൻഡ് ഡാഷ്. വേഗം ഒന്ന് പറയാമോ അതിന്റെ ഉത്തരം എന്താണ്? വേഗം പറഞ്ഞേ. ഇൻ ദ പോസിറ്റീവ് അല്ലെ, ഇൻ ദ ബ്ലാങ്ക്സില് ഇൻ ദ പോസിറ്റീവ് സെൻസ് റീജിയണലിസം ഈസ്, പറഞ്ഞേ, പീപ്പിൾ ലവ് ഫോർ ദെയർ ഡാഷ് ആൻഡ് ഡാഷ്. എന്താണ്? റീജിയൻ, കൾച്ചർ, ലാംഗ്വേജ് അല്ലെ, റീജിയൻ, കൾച്ചർ, ലാംഗ്വേജ്. ഓക്കെ. റീജിയണൽ പാർട്ടി മീൻസ് എ പാർട്ടി ഹു ഓപ്പറേറ്റ്സ് വിൽ ഇൻ എ ലിമിറ്റഡ് ഡാഷ് ഏരിയ. ജിയോഗ്രഫിക്കൽ ഏരിയ എന്നാണ് കേട്ടോ, ജിയോഗ്രഫിക്കൽ ഏരിയ എന്നാണ് ഓർത്തിരിക്കുക, ജിയോഗ്രഫിക്കൽ ഏരിയ കേട്ടല്ലോ. ഞാൻ പ്രധാനപ്പെട്ടത് കുറച്ചങ്ങ് പറയുന്നുണ്ടെന്നുള്ളൂ, ബാക്കി നിങ്ങൾ ഇപ്പൊ തന്നെ ഓടിച്ചിട്ട് നോക്കണം. ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ എല്ലാവരും ആ ഒരു മേഖല അത്യാവശ്യം കവർ ചെയ്തിരിക്കണം. അടുത്തൊരു ചോദ്യമാണ്, ഡാഷ് ഈസ് നോട്ട് എ ന്യൂ ഫിനോമിനൻ, ഡാഷ് ഈസ് നോട്ട് എ ന്യൂ ഫിനോമിനൻ ഇൻ ദ ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം. ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം, ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ഏറ്റവും വലിയൊരു ഫിനോമിനൻ എന്താണെന്ന്? എന്താണ്? വേഗം പറ. റീജിയണലിസം ആണ്. ഉത്തരം എന്താണ്? വേഗം പറഞ്ഞേ, നിങ്ങൾ പറഞ്ഞേ, വേഗം പറഞ്ഞേ. റീജിയണലിസം. നല്ല ചൂടൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ ചെറിയ തണുപ്പൊക്കെ ഉണ്ട്, അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല, അപ്പൊ പെട്ടെന്ന് പറയാൻ പറ്റും അല്ലേ? ആരും എഴുന്നിട്ടില്ല എന്ന് തോന്നുന്നു. എല്ലാവരും മൊബൈൽ ഓൺ ചെയ്ത് വെച്ചിട്ട് എങ്ങോട്ടൊക്കെ പോയിക്കോണെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെയാണോ? അപ്പൊ റീജിയണലിസം ഓർത്തിരിക്കുക, റീജിയണലിസം ആണെന്ന് ഓർത്തിരിക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എൻജോയ്ഡ് മോണോപ്പൊളി ഓഫ് എ പവർ ബിറ്റ്വീൻ. പറഞ്ഞേ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എൻജോയ്ഡ് മോണോപ്പൊളി ഓഫ് എ പവർ ബിറ്റ്വീൻ. വേഗം പറ. 47 and 60. ഒരു കാലഘട്ടത്തിൽ അവരുടെ ഒരു അപ്രമാദിത്വമായിരുന്നു അല്ലെ, പിന്നെ അവർക്ക് കിട്ടിയിട്ടില്ല അല്ലെ, അവരുടെ കയ്യിൽ നിന്ന് പോയി അതൊക്കെ. ഓക്കെ, അപ്പൊ അതൊക്കെ ഓർത്തിരിക്കുക. അപ്പൊ അങ്ങനെയുള്ള അതുപോലെ തന്നെ കണ്ടിന്യൂസ് നെഗ്ലക്ട് ഓഫ് എ റീജിയൻ ബൈ ദ റൂളിംഗ് പാർട്ടീസ് ഡാഷ് ഓഫ് റീജിയണലിസം. വേഗം പറഞ്ഞേ, വേഗം പറ. കോസ് ഓഫ് റീജിയണലിസം. അതൊരു കണ്ടിന്യൂസ് ആയിട്ട് അല്ലെ. അപ്പൊ എന്താണ്, അതൊരു പ്രാദേശികവാദത്തിനൊക്കെ കാരണം എന്നുള്ള കാര്യങ്ങളാണ്. അതുപോലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിനോട് പറഞ്ഞിട്ടുണ്ട് കുറേയധികം ക്വസ്റ്റ്യൻസ് കണ്ടോ. ദ ഫാക്ടേഴ്സ് വിച്ച് ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു ഗ്രോത്ത് ദ റീജിയണൽ പാർട്ടീസ് ആർ, ഫാക്ടേഴ്സ് വിച്ച് ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു ദ ഗ്രോത്ത് ഓഫ് റീജിയണൽ പാർട്ടീസ് ആർ സോഷ്യൽ, എത്നിക്, കൾച്ചറൽ ആൻഡ് ജിയോഗ്രഫിക്കൽ, ഓൾ ഓഫ് ദി അബവ്. വേഗം പറഞ്ഞേ, വേഗം പറഞ്ഞേ. കൾച്ചറൽ ആൻഡ് ജിയോഗ്രഫിക്കൽ. ഓക്കെ, കൾച്ചറൽ ആൻഡ് ജിയോഗ്രഫിക്കൽ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക, വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അവിടെ ആ മേഖലകളിലെ പാർട്ടീസ് എന്താണ്, ഒത്തിരി ചോദ്യങ്ങൾ വന്നില്ലെങ്കിൽ വൺ വേർഡുകൾക്കുള്ളിൽ ചോദിക്കും. റീജിയണൽ ആൻഡ് റീജിയണൽ പാർട്ടീസ് എന്താണെന്നൊക്കെ ചോദിക്കും. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? പബ്ലിക് ഒപ്പീനിയൻ ആൻഡ് പ്രഷർ ഗ്രൂപ്പാണ്. പൊതു അഭിപ്രായവും സമ്മർദ്ദ ഗ്രൂപ്പുകളെ കുറിച്ചൊക്കെയാണ്. അപ്പൊ അവിടെ നമുക്ക് എന്താണ് പബ്ലിക് ഒപ്പീനിയൻ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നമുക്കറിയാലോ പബ്ലിക് ഗ്രൂപ്പിനെ കുറിച്ചൊന്നും പ്രത്യേക ടൈം പബ്ലിക് എന്ന് പറഞ്ഞാൽ ഒരു എന്താണ്, സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടതാണ്, ഷെയറിംഗ് കോമൺ ഇൻട്രസ്റ്റ് എന്നൊക്കെ ഓർത്തിരിക്കുക. ദ ടൈം പബ്ലിക് മീൻസ് എന്താണ്? പബ്ലിക് എന്ന് പറഞ്ഞാൽ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി അല്ലെങ്കിൽ ഷെയറിംഗ് കോമൺ ഇൻട്രസ്റ്റ്, നമ്മുടെ താല്പര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു അല്ലെ, കോമൺ ആയിട്ടുള്ള താല്പര്യങ്ങൾ, അതാണ് നമുക്ക് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ ഒരു ചോദ്യമാണ്, എ പബ്ലിക് ഈസ് എ സെക്ഷൻ ഓഫ് എ സൊസൈറ്റി ഷെയറിംഗ് ഡാഷ് കോമൺ സ്പെസിഫിക് ഇൻട്രസ്റ്റ്. എന്താണ്? വേഗം പറഞ്ഞേ. കോമൺ എന്നുള്ള കാര്യം വളരെയധികം ഓർത്തിരിക്കുക. അപ്പൊ അവിടെ നമുക്ക് റോൾ ഓഫ് പബ്ലിക് ഒപ്പീനിയനില് ഗൈഡ് ടു ദ ഗവൺമെന്റ് വൺ വേർഡുകളായിട്ട് ചോദിക്കാം. താഴെ തന്നിരിക്കുന്ന ഓപ്ഷനുമായി ബന്ധപ്പെട്ട് ഗൈഡ് ടു ദ ഗവൺമെന്റ്, ഹെൽപ്പിംഗ് ഇൻ ലോ മേക്കിംഗ്, ആക്ട് ആസ് എ വാച്ച് ഡോഗ്, നോട്ട് ചെയ്തോടെ ചോണേ, പ്രൊട്ടക്ട് റൈറ്റ് ആൻഡ് ലിബർട്ടീസ്, ആക്ട് ആസ് എ പവർഫുൾ ഫോഴ്സ് ഇൻ ഇന്റർനാഷണൽ സ്പിയർ. ആ ഒരു മേഖല ഹെഡിങ് സഹിതം പഠിച്ചു വെക്കുക. ഹെഡിങ് എങ്കിലും പഠിച്ചു വെക്കണം പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് കേട്ടല്ലോ. ആ ഒരു മേഖല ഹെഡിങ് എങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക, അവിടുന്ന് ചോദ്യങ്ങൾ ഉണ്ടാവാം കേട്ടല്ലോ, ഒക്കെ ഓർത്തിരിക്കുക. അപ്പൊ ഒരു ചോദ്യമാണ്, ദ ഗവൺമെന്റ് ക്യാൻ ഈസിലി അഫോർഡ് ടു ഇഗ്നോർ പബ്ലിക് ഒപ്പീനിയൻ. പേജ് നമ്പർ 228, 228 വന്നു കഴിയുമ്പോൾ അവിടെ മാർക്ക് ട്രൂ ഓർ ഫാൾസ്. അപ്പൊ അവിടെ ദ ഗവൺമെന്റ് ക്യാൻ ഈസിലി അഫോർഡ് ടു ഇഗ്നോർ പബ്ലിക് ഒപ്പീനിയൻ, അവിടെ എന്താണ് അതിന്റെ ഉത്തരം വരുന്നത്? വേഗം പറഞ്ഞേ, ട്രൂ ഓർ ഫാൾസ് ആണ്? വേഗം പറ. ട്രൂ. ശരിക്കും നോക്ക്. ഫാൾസ് ആണ് സാറേ, ഫാൾസ് തെറ്റാണ്. ഓക്കെ. അടുത്തത് ഒരു പബ്ലിക് ഒപ്പീനിയൻ്റെ ഒരു പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ, എങ്ങനെ ഒരു പബ്ലിക് ഒപ്പീനിയൻ ഫോം ചെയ്യുന്നു? വളരെ എളുപ്പമാണ്. ഈ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും, ചുമ്മാ എഴുതി വെക്കാൻ മതി, എന്തെങ്കിലും ഹെഡിങ് മാത്രം ഉണ്ടെങ്കിൽ. ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ എങ്ങനെയാ ഇവിടെ നിന്ന് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ അല്ലെ, രണ്ട് പ്രസ്സുകള്
അതിന്റെ മലയാളം ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഗൈഡിലുണ്ട് റേഡിയോ ആൻഡ് ടെലിവിഷൻ, സിനിമ, പബ്ലിക് മീറ്റിംഗ്, പൊളിറ്റിക്കൽ പാർട്ടീസ്. നിങ്ങൾ ഇതിപ്പോ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിച്ചില്ലേ പോലും അതിന്റെ ഹെഡിങ് മാത്രം പഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്നതൊക്കെ. പൊളിറ്റിക്കൽ പാർട്ടീസ്, അതുപോലെ തന്നെ ഒപ്പീനിയൻ പോൾസ്, അല്ലെ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ നിന്ന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അതെന്താണ്, എങ്ങനെയാണ് ഒരു പബ്ലിക് ഒപ്പീനിയൻ നമുക്ക് ഫോം ചെയ്യുന്നത് നമുക്ക് പഠിക്കാൻ സാധിക്കും. ഓക്കെ, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൺ വേഡുകൾ കുറെ ഉണ്ട് കേട്ടല്ലോ. ഇനി എന്താണ് പ്രഷർ ഗ്രൂപ്പ്, അതുപോലെ തന്നെ പ്രൊഫഷണൽ ഗ്രൂപ്പ്, പ്രൊഫഷണൽ പ്രഷർ ഗ്രൂപ്പ് എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതൊക്കെ ഒരു പൊതുവായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച്. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രഷർ ഗ്രൂപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. റോൾ ഓഫ് പ്രഷർ ഗ്രൂപ്പ് എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അവിടെ ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ ആണ് എല്ലാവരും? ആ ഒരു ചാപ്റ്റർ ഓക്കെ ആണോ? ആമിൽ എന്തോ ഒരു സ്പീഡ് കുറവാണല്ലോ, അത് ഒരു ഉറക്കത്തിൽ പറയുന്ന പോലെയാണല്ലോ എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, നമുക്ക് ഇനി അടുത്ത പ്രധാനപ്പെട്ട ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ഇനി പഠിക്കാനുള്ളത് എൻവയോൺമെന്റൽ അവയർനെസ് ആണ്. എൻവയോൺമെന്റൽ അവയർനെസ് എന്താണ്? എൻവയോൺമെന്റൽ അവയർനെസ് എന്ന് പറഞ്ഞാല് വേഗം ഒന്ന് പറയാമോ? എൻവയോൺമെന്റൽ അവയർനെസ് കുറിച്ചൊന്ന് പറഞ്ഞ്. അവിടെ നിന്നൊരു ചോദ്യം എപ്പോഴും കാണാറുണ്ട്. കാരണം ആ ഒരു ചാപ്റ്റർ ഒരു പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ്. എൻവയോൺമെന്റൽ പ്രോബ്ലം, ലാൻഡ് ആൻഡ് എയർ, അല്ലെ, പോപ്പുലേഷൻ ഗ്രോത്ത്, അർബനൈസേഷൻ, അതുപോലെ ഇൻഡസ്ട്രിയലൈസേഷൻ, അല്ലെ. അപ്പൊ അവിടെ ഒരു ചോദ്യമാണ്, കോൾ ഈസ് എ റിന്യൂവബിൾ റിസോഴ്സ്, ട്രൂ ഓർ ഫാൾസ്? കോൾ ഈസ് എ റിന്യൂവബിൾ റിസോഴ്സ്, ട്രൂ ഓർ ഫാൾസ്? വേഗം പറഞ്ഞേ, വേഗം പറ. കോൾ എന്ന് പറയുന്ന ഒരു റിന്യൂവബിൾ സോഴ്സ് ആണോ, ഫാൾസ് ആണോ, ട്രൂ ആണോ? വേഗം പറഞ്ഞേ. കൽക്കരിയെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അത് വീണ്ടും നമുക്ക് മനസ്സാപ്പിച്ചെടുക്കാൻ പറ്റില്ല അല്ലെ. ഒരു എക്സാമ്പിള്, ട്രീസ് ആർ എ ഗുഡ് എക്സാമ്പിൾ ഓഫ് എ നോൺ റിന്യൂവബിൾ റിസോഴ്സ്, ട്രൂ ഓർ ഫാൾസ്? അതും ഫാൾസ് ആണ് സാർ. ഓക്കെ, ഫാൾസ് ആണ്. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് പ്രധാനമായിട്ട് ഓർത്തിരിക്കുക. അപ്പൊ അവിടെ ഈ ലാൻഡ്, എയർ, പോപ്പുലേഷൻ ഗ്രോത്ത്, അർബനൈസേഷൻ, ഇൻഡസ്ട്രി, വ്യവസായവൽക്കരണത്തെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. എങ്ങനെ നമുക്ക് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ കൊടുക്കാം, അതിനെക്കുറിച്ചൊക്കെ. എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്? ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് ചോദിക്കാം കേട്ടോ. 1987 ഉള്ള കാര്യങ്ങളെ കുറിച്ച് കുറെ റിപ്പോർട്ടിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ബ്രണ്ടർലാൻഡ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഈ 1987 ഓർത്തിരിക്കണം. 1987 കേട്ടല്ലോ, ഓർത്തിരിക്കുക. പിന്നെ ഗ്രീൻ എന്താണ് ഗ്രീൻ ആയി ബന്ധപ്പെട്ട ഗ്രീൻ സ്കോളർ, അല്ലെ, അതിൻ്റെ അകത്ത് ബ്രൗൺ, ഡാല, അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അപ്പൊ ഓർത്തിരിക്കുക. സസ്റ്റൈനബിലിറ്റിയെ കുറിച്ച് ഓർത്തിരിക്കുക. എന്താണ് കേട്ടോ സസ്റ്റൈനബിലിറ്റിയെ കുറിച്ച്? അതിനെ കുറിച്ച് പുസ്തകത്തിലുണ്ട് കേട്ടോ. കുറെ കാര്യങ്ങൾ നിങ്ങൾ മലയാളത്തിലേക്ക് കിടപ്പുണ്ട്, കുറച്ചും കൂടെ അത് നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടല്ലോ. പിന്നെ സ്റ്റോക്ക്ഹോം കൺവെൻഷനെ കുറിച്ചൊക്കെ ഓർത്തിരിക്കണം. 1972 ഓർത്തിരിക്കുമോ? ഓർത്തിരിക്കുമോ? അതൊക്കെ പഠിച്ചു വെക്കുക. അവിടെ നിന്ന് ഏതെങ്കിലും ഒരു ചോദ്യം അതുമായി ബന്ധപ്പെട്ട് ചോദിക്കും. പൊല്യൂഷനെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കാം. അപ്പൊ നമുക്ക് ഇന്ത്യൻ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട എൻവയോൺമെന്റ് പൊല്യൂഷനെ കുറിച്ചൊക്കെ പറയാനായിട്ട് എൻവയോൺമെന്റൽ കോടതികളുണ്ട്, എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി പ്രൊഡക്റ്റുകളുണ്ട്, അൺലീഡിങ് ഓഫ് പെട്രോൾ ഉണ്ട്, അല്ലെ, ബാൻ ഓൺ ഹാംഫുൾ പെസ്റ്റിസൈഡ്സ്, അതുപോലെ തന്നെ നാഷണൽ വേസ്റ്റ് മാനേജ്മെന്റ് കൗൺസിലൊക്കെ ഉണ്ട്, പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച്, പൊല്യൂഷൻ ബൈ മോട്ടോർ വെഹിക്കിൾ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് എന്താണ് സം മെഷേഴ്സ് ടേക്കൺ ബൈ ഇന്ത്യൻ ഗവൺമെന്റ് ടു ചീക്ക് എൻവയോൺമെന്റൽ പൊല്യൂഷൻ. അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക കേട്ടല്ലോ. അതിനെക്കുറിച്ചൊക്കെ അവിടെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഗുഡ് ഗവേണൻസ് ആണ്. ഗുഡ് ഗവേണൻസ്, കൗഡില്യയുടെ കാര്യം അറിയാലോ. കൗഡില്യയെ കുറിച്ച് പറഞ്ഞിട്ടല്ലോ അല്ലേ? കൗഡില്യ 4 പോയിന്റുകൾ അറിയാലോ, അറിയാമോ? മറന്നുപോയോ? ആ 4 പോയിന്റ് വായിച്ചേ നയന, വേഗം. ഗുഡ് ഗവേണൻസിൽ ഇല്ല നയന, അല്ലെങ്കിൽ പ്രീതി ആ മലയാളം ഒന്ന് വായിച്ചേ വേഗം. മലയാളത്തിലാണ് കൂടുതലും കയ്യിലുള്ളവര്. നിയമം വായിച്ച് നടപ്പാക്കണം, ജനങ്ങളെ ഭരണത്തിൽ പങ്കെടുപ്പിക്കണം, തീരുമാനങ്ങൾക്ക് അടിസ്ഥാനം നീതിയായിരിക്കണം, അഴിമതി വിമുക്തമായ ഒരു ഗവൺമെന്റ് ആയിരിക്കണം. ഓക്കെ, അതെന്താണ്? ആരുമായി ബന്ധപ്പെട്ടതാണിത്? കൗടല്യയുടെ. ഓക്കെ, അപ്പൊ ഗുഡ് ഗവേണൻസ്. നമുക്ക് ഗുഡ് ഗവേണൻസ് കേട്ടോ. അപ്പൊ ഗുഡ് ഗവേണൻസ് ഓർത്തിരിക്കണം. എന്താണെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഫീച്ചേഴ്സ് ഓഫ് ഗുഡ് ഗവേണൻസിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ എന്താണ് ഗുഡ് ഗവേണൻസ്, എങ്ങനെയാണ് അതെങ്ങനെ നടപ്പിലാക്കുക? ലോ ആൻഡ് ഓർഡർ, പീപ്പിൾ കെയറിംഗ് അഡ്മിനിസ്ട്രേഷൻസ്, ജസ്റ്റിസ് ആൻഡ് റാഷണാലിറ്റി ഓൺ ദ ബേസിസ് ഓഫ് ഡിസിഷൻ, കറപ്ഷൻ ഫ്രീ ഗവേണൻസ്, ഇതൊക്കെ ഗുഡ് ഗവേണൻസിന്റെ ഭാഗമാണ് അല്ലെ. നല്ല നീതിന്യായ സംവിധാനങ്ങള്, പീപ്പിൾ കെയറിംഗ് അഡ്മിനിസ്ട്രേഷൻ,
അതുപോലെ തന്നെ ജസ്റ്റിസ് ആൻഡ് റാഷണാലിറ്റി ആസ് ദ ബേസിസ് ഓഫ് ഡിസിഷൻ, കറപ്ഷൻ ഫ്രീ ഗവേണൻസ്. അപ്പൊ ഇതെല്ലാം എന്താണ് ഒരു ഗുഡ് ഗവേണൻസിന്റെ നല്ല ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും അല്ലെ? അപ്പൊ അതൊക്കെ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ എന്താണ് ഒരു ചോദ്യം വരുന്നുണ്ട്, എന്താണ് the governance is concerned with the formulation of dash to improve dash life of the people, strategy revenue collection scheme, quality family relation. വേഗം പറഞ്ഞേ A strategy B quality അല്ലെ? A strategy B quality. കിട്ടിയോ? ആരൊന്നും പറയുന്നില്ലല്ലോ. കിട്ടി സാറേ, കിട്ടി. ഓക്കെ, അടുത്ത ചോദ്യം. കൗടില്യ സ്കീം ഓഫ് ഗുഡ് ഗവേണൻസ് ഈസ് ബേസ്ഡ് ഓൺ, നല്ലൊരു ചോദ്യമാണ്. കൗടില്യ സ്കീം ഓഫ് ഗുഡ് ഗവേണൻസ് ഈസ് ബേസ്ഡ് ഓൺ ഡാഷ് അഡ്മിനിസ്ട്രേഷൻ, പീപ്പിൾ കെയറിംഗ്, അതോറിറ്റേറിയൻ ആൻഡ് ആർബിറ്ററി. വേഗം പറഞ്ഞേ. പീപ്പിൾ കെയറിംഗ്. ഓക്കെ, പീപ്പിൾ കെയറിംഗ് ആണ്. വരച്ചു വെച്ചോണേ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടുണ്ടാവും. The concept of the good governance became popular in administrative discussion with the publication of dash World Bank report 1989, 1992, മാക്കിവെല്ലിസ് ദ പ്രിൻസ്. അത് മാക്കിവെല്ലിയുടെ പ്രിൻസുമായി ബന്ധപ്പെട്ട് അത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. മാക്കിവെല്ലിയുടെ പ്രിൻസ്, ആ ഒരു സിസ്റ്റം രണ്ട് നോട്ട് ചെയ്ത് വെക്കണം. വേഗം പറഞ്ഞു. എന്ത് റിപ്പോർട്ട് പ്രകാരമാണ്? വേൾഡ് ബാങ്ക് റിപ്പോർട്ട് 1989 ആൻഡ് 1992 കേട്ടോ, ഓർത്തിരിക്കുക. ലോകബാങ്കിന്റെ റിപ്പോർട്ട് പ്രകാരം 1992 ഓർത്തിരിക്കുക. ഓക്കെ, കറപ്ഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. എന്താണ് പോപ്പുലേഷൻ ഗ്രോത്ത്, കൾച്ചർ ഓഫ് വയലൻസ് അല്ലെ? എന്താണ് ഗുഡ് ഗവേണൻസിന്റെ തടസ്സങ്ങൾ? താഴെ പറഞ്ഞ വൺ വേർഡ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കും, അല്ലെങ്കിൽ താഴെ പറഞ്ഞ ഗുഡ് ഗവേണൻസിന്റെ താഴെ പറഞ്ഞതിൽ എന്താണ് ഇൻട്രൻസസ്, എന്താണ് ഇൻട്രൻസ് ഓഫ് ദ ഗുഡ് ഗവേണൻസ്? ഏതെങ്കിലും തരും. കറപ്ഷൻ ഒരു ഇൻട്രൻസ് ആണ്, 2 പോപ്പുലേഷൻ ഗ്രോത്ത്, 3 കൾച്ചർ ഓഫ് വയലൻസ്. അതെല്ലാം വൺ വേർഡുകളാണ് കേട്ടോ, അതൊക്കെ വൺ വേർഡുകളിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ പഠിച്ചു വെക്കണം. നമുക്കത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്, ഒക്കെ ഓർത്തിരിക്കുക. ഇനി ഹ്യൂമൻ റൈറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഹ്യൂമൻ റൈറ്റ്സ് ആണ്, മനുഷ്യാവകാശങ്ങളെ കുറിച്ചാണ്. മനുഷ്യാവകാശങ്ങൾ എന്താണ്? മനുഷ്യാവകാശങ്ങൾ വേഗം ഒന്ന് പറഞ്ഞേ. ആരാ പറയുന്നത് മനുഷ്യാവകാശങ്ങളെ കുറിച്ച്? വേഗം ഒന്ന് പറ, വേഗം പറ. ആരൊന്നും പറയുന്നില്ല മനുഷ്യാവകാശങ്ങളെ കുറിച്ച്? ആരൊന്നും പറയുന്നില്ല. മനുഷ്യരായി ജനിച്ചത് കൊണ്ട് മാത്രം. ഓക്കെ, നമുക്ക് കുറെ അവകാശങ്ങൾ വേണം അല്ലെ വേൾഡ് വൈഡില്. ഓക്കെ, ഹ്യൂമൻ റൈറ്റ്സ് ഡേ എന്നാണ്. ഹ്യൂമൻ റൈറ്റ്സ് ഡേ, വേൾഡ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ. വേഗം പറഞ്ഞേ. December 10 അല്ലെ? എന്നാണ് 1948 UN ആദ്യമായിട്ട് അല്ലെ? ഓർക്കുന്നുണ്ടോ? 1948 December 10. വൺ വേർഡ് ഓർത്തിരുന്നോണം, ചോദിക്കാം. ക്ലിയർ ആണോ? ഹ്യൂമൻ റൈറ്റ്സ് ആർ ഇൻഹെറിന്റ് ഇൻ ഹ്യൂമൻ എക്സിസ്റ്റൻസ്. ഒരു ചോദ്യമാണ്. ഹ്യൂമൻ റൈറ്റ്സ് ആർ ഇൻഹെറിന്റ് ഇൻ എക്സിസ്റ്റൻസ്, ട്രൂ ഓർ ഫാൾസ്? ട്രൂ ഓർ ഫാൾസ്? മനുഷ്യാവകാശങ്ങൾ ഇൻഹെറിന്റ് ഇൻ ഹ്യൂമൻ എക്സിസ്റ്റൻസ്, ട്രൂ അല്ലേ? അടുത്തൊരു ചോദ്യം. ഹ്യൂമൻ റൈറ്റ്സ് ആർ ഡാഷ് യൂണിവേഴ്സൽ ഓർ ലോക്കൽ? ഹ്യൂമൻ റൈറ്റ്സ് പറഞ്ഞത് യൂണിവേഴ്സൽ ആണോ ലോക്കൽ ആണോ എന്ന്? മനുഷ്യാവകാശങ്ങൾ യൂണിവേഴ്സൽ, ആഗോളതല ഏതാണ്? യൂണിവേഴ്സൽ അല്ലേ? കാണുമ്പോൾ തന്നെ അറിയാലോ. ഹ്യൂമൻ റൈറ്റ്സ് ആർ ഡാഷ് നെസസറിലി സ്റ്റാറ്റിക്, ഡൈനാമിക് ആൻഡ് ക്ലോസ്ഡ്. ഏത്? വേഗം പറഞ്ഞു. ഡൈനാമിക് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഹ്യൂമൻ റൈറ്റ്സ് എൻകോംപസ് ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചാട്ടോ. ഹ്യൂമൻ റൈറ്റ്സ് എൻകോംപസ് ദ ഡാഷ് പ്രിൻസിപ്പിൾസ് ഓഫ് ഹ്യൂമാനിറ്റി, ഓൾഡസ്റ്റ്, മെഡീവൽ, ഫണ്ടമെന്റൽ. ഫണ്ടമെന്റൽ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് 1215 മാഗ്ന കാർട്ട എന്താണെന്ന് അതൊക്കെ വന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു പറഞ്ഞേ. 1776 അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, ബിൽ ഓഫ് റൈറ്റ്സ്. ആ ബിൽ ഓഫ് റൈറ്റ്സ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ആ ബിൽ ഓഫ് 1776 അമേരിക്കൻ ഭരണഘടന പ്രഖ്യാപിച്ച ഇൻഡിപെൻഡൻസ് ഓഫ് ദ ബിൽ ഓഫ് റൈറ്റ്സ്. അതായത് ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ് നമ്മൾ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് തന്നെ എടുത്തിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ ഓർക്കുന്നുണ്ടോ? അമേരിക്കൻ ഭരണഘടനയിലെ 10 നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഹ്യൂമൻ റൈറ്റ്സ്, ഫണ്ടമെന്റൽ റൈറ്റ്സിൽ, ഹ്യൂമൻ റൈറ്റ്സ് അല്ല ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് അമേരിക്കയിലുണ്ട് കണ്ടോ, അവിടെ ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ടതാണ്. ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ച് ഓർത്തിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ 1946 UN കമ്മീഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് ഓർത്തിരിക്കണം. 48 യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അന്നാണ് December 10 അന്ന് മുതലാണ് നമ്മൾ വേൾഡ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ട് ആചരിക്കാൻ തുടങ്ങിയത്. പിന്നെ 1949 ജനീവ കൺവെൻഷൻ ഓർത്തിരിക്കണം കേട്ടോ, അത്യാവശ്യം അങ്ങനെയുള്ള മേഖലകൾ ഓർത്തിരിക്കുക. പിന്നെ അതിൻ്റെ യൂറോപ്യൻ സോഷ്യൽ ചാർട്ടർ 1961, 1991 വിയന്ന ഡിക്ലറേഷൻ, അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അടുത്തൊരു ചോദ്യം.
ദാറ്റ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് വാസ് അഡോപ്റ്റഡ് ഇൻ 1949. ട്രൂ ഓർ ഫാൾസ് ആണോ? പറഞ്ഞേ. False. ഫാൾസ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. The world leaders gathered in dash for the World Conference in Human Rights, Vienna, Geneva, New York. വേഗം പറഞ്ഞു. Vienna. വിയന്ന. ഓക്കെ, ഓർത്തിരിക്കാം. The rights of the 18th and 19th century can be termed as, അത് കഴിഞ്ഞ ഏതൊക്കെ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്, കഴിഞ്ഞ നിങ്ങളുടെ മോഡൽ എക്സാമിന്. The rights of the 18th and 19th centuries can be termed as dash right. ഓക്കെ, ക്ലാസിക് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ മുടിവിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ തീർന്നു. ഞാൻ നിങ്ങൾ എല്ലാ ചോദ്യങ്ങളും നോക്കണം കേട്ടോ, ഒന്നും വിട്ടുപോകരുത്. ഒന്ന് വായിച്ചു നോക്കിയിട്ട് വേണം പോകാനായിട്ട്. കുറെ ഓപ്ഷനിൽ കിട്ടും. പിന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നന്നായിട്ട് വായിച്ചു നോക്കുക. അത് നമുക്ക് ഓപ്ഷൻ ഉണ്ടാവത്തില്ല, നിങ്ങൾ തന്നെ എഴുതേണ്ടി വരും. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ നോക്കേണ്ടത് പഞ്ചശീല, അടുത്ത ചാപ്റ്റർ ഇന്ത്യസ് ഫോറിൻ പോളിസി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫാദർ ഓഫ് ഇന്ത്യൻ ഫോറിൻ പോളിസി, വേഗം പറഞ്ഞേ. ഇന്ത്യൻ ഫോറിൻ പോളിസിയുടെ പിതാവ് ആരാണ്? ജവഹർലാൽ നെഹ്റു. അപ്പൊ നമ്മൾ അവിടെ പഞ്ചശീല പഠിക്കണം. പഞ്ചശീലയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. പഞ്ചശീല വർഷം 1954 1954 ഏപ്രിൽ 28 ആരൊക്കെയായിരുന്നു പഞ്ചശീലയുമായി ബന്ധപ്പെട്ടവര്? ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും ചൈനീസ് നേതാവായിരുന്ന ചൗ എൻലായും. കേട്ടല്ലോ, ചൗ എൻല. ഇനി പഞ്ചശീലിനെ കുറിച്ചൊന്ന് പറഞ്ഞേ. എന്തൊക്കെയാണ്? മ്യൂച്വൽ റെസ്പെക്ട് ഈച്ച് അതർ, അല്ലെ? ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി ആൻഡ് സോവറിനിറ്റി, മ്യൂച്വൽ നോൺ അഗ്രഷൻ, മ്യൂച്വൽ നോൺ ഇന്റർഫറൻസ് ഈച്ച് അതേഴ്സ് ഇന്റേണൽ അഫയേഴ്സ്, ഇക്വാലിറ്റി ആൻഡ് മ്യൂച്വൽ ബെനിഫിറ്റ്, പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്. 5 പഠിച്ചു വെക്കണേ. അപ്പൊ താഴെ തന്നിരിക്കുന്ന പഞ്ചശീല ഏതാണെന്ന് ചോദിക്കാം. അടുത്തത് പ്രത്യേകിച്ചൊന്നും പഠിക്കാനില്ല. അതിന്റെ നമുക്ക് എന്താണ്, ഏത് വർഷമാണെന്ന് ഓർത്തിരിക്കണം. ആരൊക്കെയായി ചൈനയുമായിരുന്നു. 5 പഞ്ചശീല പഠിച്ചു വെക്കുക. നോൺ അലൈൻമെന്റ്, ഇതൊരു ചോദ്യം കൂടിയാണ്, എസ്ഐ ക്വസ്റ്റ്യൻസ് കൂടിയാണ് കേട്ടോ. ചോദ്യം ഇതാണ്: ബേസിക് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഫോറിൻ പോളിസി. ഇന്ത്യയുടെ ഫോറിൻ പോളിസി, ഇന്ത്യയുടെ വിദേശ നയവുമായി ബന്ധപ്പെട്ട എസ്ഐ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം. പഞ്ചശീല സെപ്പറേറ്റ് ചോദിക്കാം. അവിടുന്ന് വൺ വേർഡുകൾ ചോദിക്കാം. രണ്ടാമത്തെ പോയിന്റ് നോൺ അലൈൻമെന്റ് എന്താണ്? നാം, അല്ലെ? എന്താണ്? ഇന്ത്യയാണ് അതിന്റെ നേതാവ്, ഇന്ത്യക്കാരാണ്. സെക്കൻഡ് വേൾഡ് വാറുമായി ബന്ധപ്പെട്ടൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷവും സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമൊക്കെയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത്. പ്രത്യേകിച്ച് സെക്കൻഡ് വേൾഡ് വാറുമായി ബന്ധപ്പെട്ട്. എന്നാ, അല്ലെ? നെഹ്റു ഉണ്ടായിരുന്നു, അല്ലെ? നെഹ്റു ഒക്കെ കൂടിയാണ് തുടങ്ങിയത്, ഓർത്തിരിക്കുക. ഇന്തോനേഷ്യ ഉണ്ടായിരുന്നു. 1955 ഒരു ബാന്തൂങ് സമ്മേളനവുമായി ബന്ധപ്പെട്ട്, 1955 ബാന്തൂങ് സമ്മേളനവുമായി ബന്ധപ്പെട്ടും 1961 ബെൽഗ്രേഡ് ഫസ്റ്റ് നാം കോൺഫറൻസ് കേട്ടോ. 1955 ബാന്തൂങ് സമ്മേളനം ഓർത്തിരിക്കണം. 1961 ബെൽഗ്രേഡ് 1961 നാമിന്റെ ഫസ്റ്റ് പൊളിറ്റിക്കൽ കോൺഫറൻസിനെ കുറിച്ച് ഓർത്തിരിക്കണം. ഓക്കെ, അമേരിക്കയുടെയോ അല്ലെങ്കിൽ റഷ്യയുടെയോ കൂടെ കൂടാതെ സെപ്പറേറ്റ് മാറുന്നു നാം നോൺ അലൈൻ മൂവ്മെന്റ്. ആരൊക്കെയായിരുന്നു? നെഹ്റു ഉണ്ടായിരുന്നു. പിന്നെ യൂഗോസ്ലോവിയൻ പ്രസിഡന്റ് മാർഷൽ ടിറ്റോ, ഈജിപ്തിന്റെ പ്രസിഡന്റ് നാസർ, അവരെ കുറിച്ചൊക്കെ ഓർത്തിരിക്കണം. നാസർ, നോൺ അലൈൻ മൂവ്മെന്റ്, ഇവരെല്ലാം അതിന്റെ പ്രധാനപ്പെട്ട നേതാക്കളാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നാമിനെ കുറിച്ച് ജസ്റ്റ് പറഞ്ഞു വെക്കുക. തിരിചര പ്രസ്ഥാനം എന്ന് മലയാളത്തിൽ പറയും. പിന്നെ അടുത്ത മൂന്നാമത്തെ പോയിന്റ് ആന്റി ഇമ്പീരിയലിസം, ആന്റി റേസിസം, ആന്റി കൊളോണിയലിസം. അതെന്താണ്? അതും നമ്മുടെ ഈ പറയുന്ന ഇന്ത്യൻ ഫോറിൻ പോളിസിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. പിന്നീട് സ്ട്രെങ്തനിങ് ഓഫ് യുഎന്നിനെ ശക്തിപ്പെടുത്തുന്ന കാര്യം, അല്ലെ? ഓർത്തിരിക്കുക. ഇപ്പൊ യുഎന്നിനെ ശക്തിപ്പെടുത്തുമ്പോൾ 1945 ഇത് തുടങ്ങിയെന്നൊക്കെ അറിയാലോ. ഇന്ത്യയും പല കാര്യങ്ങളിൽ ശക്തമായി ഇടപെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കുക. ഒത്തിരി കാര്യങ്ങൾ ഇന്ത്യ ഇടപെട്ടിട്ടുണ്ട്, UN ഇടപെട്ടിട്ടുള്ള കാര്യം ഓർക്കുക. ഒരു ചോദ്യം, പെട്ടെന്നൊരു ചോദ്യം: ഡാഷ് വാസ് ദ മെയിൻ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ ഫോറിൻ പോളിസി. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ എന്ത് ഉത്തരം എഴുതും? ഡാഷ് വാസ് ദ മെയിൻ ആർക്കിടെക്ട്. ആഫ്രോ ഏഷ്യൻ കോൺഫറൻസ് 1955 വാസ് ഹെൽഡ് അറ്റ്. ആഫ്രോ ഏഷ്യൻ കോൺഫറൻസ് നടന്ന എവിടെയാണെന്ന് വേഗം പറഞ്ഞേ. വേഗം പറയാം. ബാന്തൂങ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഫസ്റ്റ് നാം കോൺഫറൻസ് വാസ് ഹെൽഡ് അറ്റ് ഡാഷ് ഇൻ ദ ഇയർ. ബെൽഗ്രേഡ് 1961 കേട്ടോ. ബെൽഗ്രേഡ് 1961. ഓക്കെ, 1961. ഓക്കെ, ദ പഞ്ചശീല എഗ്രിമെന്റ് വാസ് സൈൻഡ് ബിറ്റ്വീൻ, പറഞ്ഞേ, ഇന്ത്യ ആൻഡ് ചൈന. ഡാഷ് ആൻഡ് ഡാഷ്, ഇന്ത്യ ആൻഡ് ചൈന. ഇന്ത്യ ഹോസ്റ്റഡ് ദ നാം സബ്മിഷൻ. ഇന്ത്യ എന്നാണ്? വേഗം പറ. എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഓർത്തിരിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉറപ്പായിട്ടും ഉണ്ടാവും. അടുത്തൊരു ചോദ്യം: കാശ്മീർ ഇഷ്യൂ
become the biggest foreign policy problem for India in 1990. അതായത് 1990-കളിൽ കാശ്മീർ വലിയൊരു ഇന്റർനാഷണൽ പ്രോബ്ലം ആയിട്ട് മാറി, വലിയൊരു പ്രോബ്ലം ആയിട്ട് മാറി. ശരിയാണോ? ശരിയാണ് അല്ലെ? ഓക്കെ ട്രൂ ആണ്, ഓർത്തിരിക്കുക. ഇന്ത്യ ഫോറിൻ പോളിസി ആഫ്റ്റർ ദ കോൾഡ് വാർ വാണ്ട്സ് ടു നെഗ്ലക്ട് അറബ് കൺട്രീസ് ആൻഡ് എംബ്രേസ് ഇസ്രായേൽ. ട്രൂ ഓർ ഫാൾസ്? ഫാൾസ് ആണ്, ഓർത്തിരിക്കുക. അടുത്തൊരു ചോദ്യം, പേജ് നമ്പർ 283. ദ ഫസ്റ്റ് പീസ് കീപ്പിംഗ് നേഷൻ വിത്ത് ഇന്ത്യൻ ട്രൂപ്സ് വാസ് സെന്റ് ടു കൊറിയ, സിനായ് ആൻഡ് കോങ്കോ. ഇന്ത്യ ഒരു സമാധാന ശ്രമമായി ഇടപെട്ട ഏത് പ്രദേശത്താണ്? കൊറിയയിലാണോ, സിനായിലാണോ, കോങ്കോയിലാണോ? വേഗം പറഞ്ഞേ. എവിടെയാ? സിനായ് എന്നറിയപ്പെടുന്ന രാജ്യത്താണ്. ഓർത്തിരിക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒന്നും വേണ്ട നമുക്ക്. ഇന്ത്യൻ കോൺട്രിബ്യൂഷൻ ടു പീസ് കീപ്പിംഗ് ഇൻക്ലൂഡഡ് only troops, only non-military staff, both military and civilian staff. വേഗം പറഞ്ഞേ. പേജ് നമ്പർ 283. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ പഠിച്ചു നോക്കണം കേട്ടോ. ഇന്ത്യസ് കോൺട്രിബ്യൂഷൻ ടു പീസ് കീപ്പിംഗ് ഇൻക്ലൂഡഡ്. വേഗം പറഞ്ഞേ. വേഗം പറ. ബോത്ത് മിലിറ്ററി ആൻഡ് സിവിലിയൻ കേട്ടോ. സൈനികപരമായ കാര്യങ്ങളും സിവിലിയൻ സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ഓർത്തിരിക്കുക. Which of the following is not a permanent member of the Security Council? അപ്പൊ അത് നമ്മൾ റഷ്യ, ഗ്രേറ്റ് ബ്രിട്ടൻ, ഇന്ത്യ ആൻഡ് ചൈന. ഏതാ? വേഗം പറഞ്ഞേ. ഇന്ത്യ. ഓക്കെ, ഭാവിയിൽ ഇന്ത്യ ആവുമായിരിക്കും അല്ലെ? പ്രതീക്ഷിക്കുക. പിന്നെ ഇന്ത്യയുടെ ഫോറിൻ പോളിസിയെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഷോർട്ട് നോട്ട്, പഞ്ചശീലത്തെ കുറിച്ച് ഷോർട്ട് നോട്ട് ചോദിക്കുക. അതുപോലെ തന്നെ ഇന്ത്യ കോൺട്രിബ്യൂഷൻ ടു UN എഫേർട്സ്, അതായത് ഇന്ത്യ യുഎനുമായി ചേർന്ന് ഏതൊക്കെ മേഖലകളിൽ സമാധാന പ്രവർത്തനങ്ങൾക്ക് പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കാം, പഠിച്ചു വെക്കുക. ഓക്കെ, നമുക്ക് ഇതിന് അടുത്തത് വേണ്ടല്ലോ. ഇന്ത്യ റിലേഷൻ വിത്ത് USA ആൻഡ് റഷ്യ, നമുക്ക് അത് വരുന്നില്ല. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത ചാപ്റ്റർ എന്നറിയപ്പെടുന്നത് ചൈന, പാകിസ്ഥാൻ ആൻഡ് ശ്രീലങ്ക. ചൈന, പാകിസ്ഥാൻ ആൻഡ് ശ്രീലങ്ക നോക്കിയിരുന്നോ? ആ ചാപ്റ്റർ എല്ലാവരും നോക്കിയിരുന്നോ? നോക്കിയോ? ആരും ഒന്നും പറയുന്നില്ലല്ലോ. ഞാൻ അങ്ങോട്ട് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു. ഇന്ത്യ, ചൈന അല്ലേ? എന്താണ് ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് റവല്യൂഷൻ നടക്കുന്നത്? വേഗം പറഞ്ഞേ. റിപ്പബ്ലിക് ഓഫ് ചൈനയായിട്ട് മാറുന്ന വർഷം ചൈനയെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. വേഗം പറഞ്ഞേ. 1949 അല്ലെ? ചോദിക്കൂട്ടെ, വൺവേഡ് ചോദിച്ച ചോദ്യമാണ്. ചൈന എന്നാണ് റിപ്പബ്ലിക് ഓഫ് ചൈനയായിട്ട് മാറുന്നത്? ചൈന എന്നാണ് റിപ്പബ്ലിക് ഓഫ് ചൈനയായിട്ട് മാറുന്നത്? വേഗം പറഞ്ഞേ. ഞാനിപ്പോ ഉത്തരം പറഞ്ഞല്ലോ. ഉത്തരം നിങ്ങൾ പറഞ്ഞേ. 1949. നിങ്ങൾ ഉത്തരം, ഞാൻ ഉത്തരം പറഞ്ഞു. 1949. അണ്ടർ ദ ലീഡർഷിപ്പ് ആരായിരുന്നു? നേതാവ് ആരായിരുന്നു? മാവോ സേ തൂങ് ആണ് കേട്ടോ. മാവോ സേ തൂങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. മാവോ സേ തൂങ് കേട്ടോ. ഓക്കെ, അങ്ങനെ 1949 ഫസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ചൈന വന്നു. ഇന്ത്യ അതിനെ സപ്പോർട്ട് ചെയ്തു കേട്ടോ. അന്ന് സപ്പോർട്ട് ചെയ്ത രാജ്യം ഏതായിരുന്നു? ഇന്ത്യ ആയിരുന്നു, ഓർത്തിരിക്കുക കേട്ടോ. ഇന്ത്യയാണ്. അതുപോലെ തന്നെ ചൈനയ്ക്ക് UNOയിൽ സ്ഥിരാംഗത്വം കിട്ടുന്നതിന്, മെമ്പർഷിപ്പ്, അതായത് പെർമനന്റ് മെമ്പർ, അതായത് സെക്യൂരിറ്റി കൗൺസിലിൽ പെർമനന്റ് മെമ്പർഷിപ്പ് കിട്ടുന്നതിന് ചൈനയെ സപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യ ആണെന്നുള്ള കാര്യം ഓർക്കുക. പക്ഷെ ഇന്ത്യക്ക് ഇപ്പോൾ ഒരു അവസരം വന്നപ്പോൾ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഓർത്തിരിക്കുക. പിന്നീട് ഗ്രാജുവലി ടിബറ്റൻ ഗ്രൂ, അതായത് ഏതോ ഒരു എക്സാമിന് ചോദിച്ചിരുന്നു, ഒരു ടിബറ്റൻ പ്രോബ്ലം ഉണ്ടായിരുന്നു. ടിബറ്റൻ ഗ്രൂ റെസ്റ്റ്ലെസ് അണ്ടർ ദ ചൈനാസ് യോക്ക് ആൻഡ് റോസ് റിവോൾട്ട് ഇൻ 1959. 1959 ഇന്ത്യയും ചൈനയും തമ്മിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ടാവുന്നുണ്ട്. എന്തിലാണ്? തിബറ്റൻ ആത്മീയതാവായിരുന്നു ദലൈ ലാമ ഇന്ത്യയിലേക്ക് വന്നതിന്റെ പേരിൽ ഇന്ത്യ അവർക്ക് തിബറ്റൻ നേതാവിന് ഒരു സെറ്റിൽമെന്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതിന്റെ പേരിൽ പിന്നീടാണ് ഇന്ത്യ 1962 ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം ഉണ്ടാവാനുള്ള കാരണം കേട്ടോ. അതൊക്കെ ഇപ്പോഴും ഇന്ത്യയിൽ തുടരുന്നുണ്ട്. ഓക്കെ, ഓർത്തിരിക്കുക. അപ്പൊ ഇന്ത്യയും ചൈനയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു ഇതായിട്ട് നമുക്ക് പറയാം കേട്ടോ. ഇന്ത്യ ചൈനയെ കുറിച്ചൊക്കെ നമുക്ക് മക്മോഹൻ ലൈൻ ഇന്ത്യയിൽ സൂചിപ്പിക്കുന്നു. ഇന്ത്യ ചൈന ബൗണ്ടറിയെ കുറിച്ച് സൂചിപ്പിക്കുന്നു. ഇന്ത്യ ചൈന ബൗണ്ടറി ഏതാണ്? വൺ വേർഡ് ആണ്, ഓർത്തിരിക്കണം. പറഞ്ഞേ, വേഗം പറഞ്ഞേ. ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം ഉണ്ടായ വർഷം 1962 കേട്ടോ. 1962 ഓർത്തിരിക്കുക. 1962. ഓക്കെ, ഇന്ത്യ പാകിസ്ഥാൻ ജസ്റ്റ് അവിടെ 1-2 ചോദ്യങ്ങൾ വെച്ചിട്ട് പറഞ്ഞു പോവാം. became a communist country in India. 1949. 1949. Okay. Bandung Conference, Afro-Asian countries was held in the year
ബാന്ദൂങ് കോൺഫറൻസ് ഓഫ് ആഫ്രോ ഏഷ്യൻ കൺട്രീസ് വാസ് ഹെൽഡ് ഇൻ ദി ഇയർ 1945, 1955, 1949, 1955 ആണ്. പെട്ടെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇന്ത്യ ചൈന എന്തറിയാലോ, മക്മോഹൻ അല്ലേ? ചൈന ഒരു ലിബറലൈസ്ഡ് എക്കോണമി ആയിട്ട് മാറിയതെന്നാണെന്ന്. 4ാമത്തെ ചോദ്യം വേഗം പറഞ്ഞു. 1970-കളിലാണ്. 1970-കളിലാണ്. വേഗം പറഞ്ഞ് എന്നാണ് ഒരു സ്വതന്ത്ര എക്കോണമി ആയിട്ട് മാറിയത്? ലിബറലൈസ്ഡ് ഉദാര അല്ലെങ്കിൽ എന്താണ് ഒരു ലിബറലൈസ്ഡ് എക്കോണമി ആയിട്ട് മാറിയതെന്നാണ്? 1970-കളിലാണ് കേട്ടോ, ഓർത്തിരിക്കുക. ഡാഷ് പ്രസിഡന്റ് ഓഫ് ചൈന വിസിറ്റഡ് ഇൻ ഇന്ത്യ ഇൻ ദി ഇയർ 1996. 1996 ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് നേതാവാണെന്ന് വേഗം പറഞ്ഞു. ആരാ? ജിയ സെമീനാണ്. വേഗം പറഞ്ഞേ, ആരാണ് 1990-കളിൽ ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് നേതാവ്? ആരാണ്? ജിയാങ് സങ്. ജിയാങ് സിംഗ്. അടുത്ത് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടതാണ്. പാകിസ്ഥാനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അത് കാശ്മീർ കാർഗിൽ യുദ്ധം 1999-കളിലാണെന്ന് അറിയാം. 1971 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടായിട്ടുണ്ട്. നാഷണൽ എമർജൻസി ഒക്കെ പ്രഖ്യാപിക്കേണ്ടി വന്നു. പിന്നീട് 1999 കാശ്മീർ എന്നതിന്റെ പേരിൽ അല്ലെ, അതിന്റെ പേരിൽ കാർഗിൽ യുദ്ധം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവരുടെ പ്രധാനപ്പെട്ട നേതാവ് മുഹമ്മദ് അലി ജിന്നയാണെന്നുള്ള കാര്യം ഓർക്കുക. അവരുടെ രാഷ്ട്രപിതാവാണെന്നുള്ളത് ഓർക്കുക. അതൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാശ്മീരാണ് പ്രധാനപ്പെട്ട പ്രോബ്ലം അല്ലെ? ഓക്കെ, അതൊരു പ്രിൻസിലി സ്റ്റേറ്റ് ആയിരുന്നു എന്നും പിന്നീട് അത് ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറുകയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ? മഹാരാജ എന്താണ്, ഹരി സിംഗ് ആണ് ആ കാലഘട്ടത്തിൽ അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന. ഓർത്തിരിക്കുക, മഹാരാജ ഹരി സിംഗ് കേട്ടോ, ഓർത്തിരിക്കുക, മഹാരാജ ഹരി സിംഗ്. അദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോകാതെ ഇന്ത്യയിലേക്ക് പോകാൻ ആഗ്രഹിക്കപ്പെട്ടു. കാരണം ഒരു സ്വാതന്ത്ര്യം കിട്ടിയിട്ടും കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായിരുന്നില്ല. അപ്പൊ അതൊരു പ്രിൻസിപ്പൽ സ്റ്റേറ്റ് ആയിട്ട് നിലനിന്നിരുന്നു. മഹാരാജ രഞ്ജിത്ത് സിംഗ്, ഹരിസിംഗ്, അങ്ങനെ ഒരു ഇതൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. മഹാരാജ ഹരിസിംഗ് ഓർത്തിരിക്കുക. എന്താണ് ലോക്കും ലാക്കും? ലൈൻ ഓഫ് കൺട്രോൾ. ലൈൻ ഓഫ് കൺട്രോൾ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിക്ക് പറയുന്ന മറ്റൊരു പേര് വേഗം പറഞ്ഞേ. ഇനി കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നല്ലോ. ഇന്ത്യ ചൈന അതിർത്തിക്ക് എന്താ പറയുന്നേ? ഇന്ത്യ ചൈന അതിർത്തിക്ക് പറയുന്ന പേര് മക്മോഹൻ ലൈൻ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിക്ക് റാഡ്ക്ലിഫ്. മറ്റൊരു പേരും കൂടിയുണ്ട്, ലോക്ക്, LOC, ലൈൻ ഓഫ് കൺട്രോൾ. അങ്ങനെയെങ്കിൽ ലാക്ക് എന്താണ്? ഇന്ത്യ ചൈന അതിർത്തിക്ക് പറയുന്ന മറ്റൊരു പേരാണ് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ. മാറിപ്പോകരുത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ് ലൈൻ മുമ്പുള്ള ഏതൊരു ക്ലാസ് പറഞ്ഞിരുന്നു. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തിയാണ് മക്മോഹൻ ലൈൻ എന്ന്. അതിന് പറയുന്ന മറ്റൊരു പേരാണ് ലാക്ക്, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ. അത് മാറ്റി വെക്കുക. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു അതിർത്തിയാണ് എന്ത്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തിയാണ് എന്ത്? പറഞ്ഞേ, റാഡ്ക്ലിഫ് ലൈന്. ലൈന് അതിന് പറയുന്ന മറ്റൊരു പേരാണ് ലോക്ക്, LOC, ലൈൻ ഓഫ് കൺട്രോൾ. ഓർത്തിരിക്കണം കേട്ടോ. ഇനി POK, പാക് ഒക്കുപ്പൈഡ് കാശ്മീർ. POK എന്താന്ന് ചോദിക്കാം. പാക് ഒക്കുപ്പൈഡ് കാശ്മീരാണ് കേട്ടോ. POK, പാക് ഒക്കുപ്പൈഡ് കാശ്മീർ, ഓർത്തിരിക്കുക കേട്ടോ. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടു നേഷൻ തിയറി ആരുമായി ബന്ധപ്പെട്ടതാണ്? ടു നേഷൻ തിയറി വാസ് അക്സെപ്റ്റഡ് ബൈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അക്സെപ്റ്റ് ചെയ്തോ ടു നേഷൻ തിയറി? ദ്വിരാഷ്ട്രവാദം. അവർ തന്നെ 2 ചോദ്യം ഉണ്ട്. ടു നേഷൻ തിയറി ആരുടേതാണ്? പേജ് നമ്പർ 301. ടു നേഷൻ തിയറി മുഹമ്മദ് അലി ജിന്നയുടേതാണ്. 2 ദ്വിരാഷ്ട്രവാദം ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിലാവണമെന്ന്. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗീകരിച്ചു എന്നുള്ളതാണ് ചോദ്യം. വേഗം പറഞ്ഞേ. എന്താണ് എന്താ പറഞ്ഞിരിക്കുന്നത്? ശരിക്കും വായിച്ചു നോക്ക്. അതായത് 28.2 ടു നേഷൻ തിയറി വാസ് അക്സെപ്റ്റഡ് ബൈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ട്രൂ ഓർ ഫാൾസ്? കോൺഗ്രസ് അംഗീകരിച്ച ടു നേഷൻ തിയറി? ഫാൾസ് ആണ്. ഓക്കെ. മഹാരാജ ഹരിസിംഗ് ഓഫ് ജമ്മു കാശ്മീർ ആൻഡ് കാശ്മീർ ഡിമാൻഡഡ് അസിസ്റ്റൻസ് ഫ്രം ബോത്ത് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ബട്ട് ഓൺലി ഇന്ത്യ റെസ്പോണ്ടഡ്. ട്രൂ ഓർ ഫാൾസ്? അതും ഫാൾസ് ആണ്. ഫാൾസ് ആണ്, ഓർത്തിരിക്കുക കേട്ടോ. പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ, POK, ഓർത്തിരിക്കണേ. നോൺ ആസ് ദ ആസാദ് കാശ്മീർ ഇൻ പാകിസ്ഥാൻ. ട്രൂ ഓർ ഫാൾസ്? ട്രൂ ആണ് കേട്ടോ. അതായത് പാക് ഒക്കുപ്പൈഡ് കാശ്മീർ ഇസ് നോൺ ആസ് ആസാദ്. ഇന്ത്യയിൽ നിന്ന് സ്വതന്ത്രമായ പ്രദേശമാണത്. ഇന്ത്യയിൽ നിന്ന് സ്വതന്ത്രമാച്ചാൽ അത് അവർ കീഴടക്കിയതാണ്. കാരണം ഇന്ത്യക്ക് എന്ന ആ ഒരു സമയത്ത് ഇന്ത്യ നിലവിൽ അവരുടെ കീഴിലാണ്, ഇന്ത്യയുടെ ഭാഗമാണ് കേട്ടോ. ഓർത്തിരിക്കുക, സത്യമാണ്. പിന്നെ ഷിംല എഗ്രിമെന്റ് വാസ് സൈൻഡ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ് 1972. ട്രൂ ഓർ ഫാൾസ്? തെറ്റാണ് കേട്ടോ. 1972 തെറ്റാണ്, ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഷിംല എഗ്രിമെന്റ് ട്രൂ ഓർ ഫാൾസിൽ വരുന്നതാണ്. ഇപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ദ കാർഗിൽ വാർ ഹാപ്പൻഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ന്യൂക്ലിയർ ടെസ്റ്റ് ബൈ ഇന്ത്യ ആൻഡ് ഇൻ May 1972. കാർഗിൽ യുദ്ധം പ്രധാനപ്പെട്ട കാരണം എന്താണ്? അത് ഫാൾസ് ആണ് കേട്ടോ. അതൊന്നും അല്ല, അത് നമ്മുടെ ഈ തീവ്രവാദികളുടെ ഒരു നുഴഞ്ഞുകയറ്റവുമായി ബന്ധപ്പെട്ടുണ്ടായതാണ്, പെട്ടെന്നുണ്ടായതാണ് കേട്ടോ. ഓക്കെ.
പിന്നെ ഇന്ത്യ ശ്രീലങ്കയുമായി ബന്ധപ്പെട്ട് ശ്രീലങ്കയെ കുറിച്ച് ഓർത്തിരിക്കുക. ശ്രീലങ്ക എന്ന സ്വാതന്ത്ര്യം നേടിയത് 1948 1948 ഫെബ്രുവരി 4 ഓർത്തിരിക്കണം കേട്ടല്ലോ. കേട്ടോ, ഓർത്തിരിക്കുക. 1948 ഫെബ്രുവരി 4. ഇതൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ആഴത്തിൽ നോക്കി പോണത്. എല്ലാവരും ഓക്കെ ആണോ? എല്ലാവരും ഓക്കെ ആണോ? ഓക്കെ, നല്ലപോലെ വായിച്ചോ. ഇനി സമയമുണ്ട് കേട്ടോ, ഇനി സമയമുണ്ട്. എപ്പോഴും നിങ്ങൾക്ക് എക്സാം 2:30-ല്ലേ? അത് 2 മണിക്കോ? 2:30. 2:30. 2 മണിക്ക്. ഓക്കെ, ഇഷ്ടംമാതിരി സമയമുണ്ട്. ഇനി വായിക്കാനുള്ള സമയമുണ്ട്. ഇനി വേണേൽ ഒന്നോടെ മൊത്തം ഒന്ന് വായിച്ചു നോക്കിയിട്ടുള്ള സമയമുണ്ട്. അതുപോലെ തന്നെ ശ്രീലങ്കയുമായി ബന്ധപ്പെട്ട കാര്യം, ഇന്ത്യൻ തമിഴ്സിനെ കുറിച്ചൊക്കെ ഓർത്തിരിക്കുക കേട്ടല്ലോ. പിന്നെ LTTയെ കുറിച്ചൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. LTT അതിനകത്തുണ്ട്, ലിബറേഷൻ ടൈഗേഴ്സ് തമിഴ് ഈഴം. വേലുപ്പിള്ള പ്രഭാകരനാണ് അതിന്റെ നേതാവ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക കേട്ടോ. LTT ചിലപ്പോൾ നിങ്ങളുടെ ഫുൾ ഫോം ചോദിക്കുക, എന്താണ് LTT? ലിബറേഷൻ ഓഫ് ടൈഗേഴ്സ്, ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഈഴം. അതിന്റെ ലീഡർ വേലുപ്പിള്ള പ്രഭാകരൻ. അത് മരിച്ചുപോയി. ഇന്ത്യ ഒക്കെ ആയിട്ട് ബന്ധമുണ്ട്. ഇന്ത്യയിൽ അവരുടെ ഒത്തിരി കാര്യങ്ങൾ ഇടപെട്ടിരുന്നു, അവരെ പല വിധത്തിൽ സഹായിച്ചിരുന്നു കേട്ടോ. അങ്ങനെ സഹായിച്ചതിന്റെ പേരിലേക്കാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന നമ്മുടെ രാജീവ് ഗാന്ധി ലാസ്റ്റ് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ചില പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, ഓർത്തിരിക്കുക. ഇത്രയുമാണ് നമുക്ക് പ്രധാനമായിട്ട് എന്ത് ചെയ്യാനുള്ളത്, നമ്മുടെ ഈ ഒരു നോർമലായിട്ട് പഠിക്കേണ്ട ചാപ്റ്ററിൽ നിന്നുള്ളത് കേട്ടല്ലോ, ഓർത്തിരിക്കുക കേട്ടോ. അതുപോലെ നിങ്ങൾ സീറ്റോ ആൻഡ് സെന്റോ ഇതൊക്കെ പഠിച്ചു വെക്കണേ. നേറ്റോ ഒക്കെ ഉണ്ടാവും, അതൊക്കെ പഠിച്ചു വെക്കണം. പിന്നെ കോൾഡ് വാർ ഒക്കെ എന്താണെന്ന് അറിയാലോ. 1945 ശേഷം സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം നടന്ന കാര്യത്തെ കുറിച്ചൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചു വെക്കണം. പിന്നെ നിങ്ങളുടെ ഓപ്ഷണൽ മൊഡ്യൂളിൽ നിങ്ങൾ തിരഞ്ഞെടുത്തോ? എല്ലാവരും ഓപ്ഷണൽ മൊഡ്യൂൾ അവരവർക്ക് അറിയാലോ എല്ലാവർക്കും? ആരൊന്നും പറഞ്ഞില്ല നിങ്ങളുടെ ഓപ്ഷണൽ മൊഡ്യൂള്. അതുമായി ബന്ധപ്പെട്ട വൺവേഡുകളും കൃത്യമായിട്ട് വായിച്ചു വെച്ചോണം കേട്ടോ. ഓപ്ഷണൽ മൊഡ്യൂളിലേക്ക് നമ്മൾ കൂടുതൽ പോകുന്നില്ല, ഓരോരുത്തരും എടുത്തിരിക്കുന്ന അവർക്ക് അറിയാലോ. അപ്പം അതിന്റെ അകത്ത് പഠിക്കാനുള്ളത്, ഓപ്ഷനിൽ എയിൽ പഠിക്കാനുള്ളത് യുണൈറ്റഡ് നേഷൻ. അപ്പൊ യുണൈറ്റഡ് നേഷൻ പഠിക്കണം. അതുപോലെ തന്നെ അതിന്റെ പീസ് ആക്ടിവിറ്റീസ്. അപ്പൊ എന്താണ് UNO, എന്ന് സ്റ്റാർട്ട് ചെയ്തു, അതുമായി അവരുടെ സഭകൾ എന്തൊക്കെയാണ്, എന്താണ് ജനറൽ അസംബ്ലി, എന്താണ് സെക്യൂരിറ്റി കൗൺസിൽ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മറ്റ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. അവരുടെ സമാധാന പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു. ഇനി നിങ്ങൾ അഥവാ ഓപ്ഷൻ മൊഡ്യൂൾ 2 ആണ് പഠിക്കുന്നതെങ്കിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ, എന്നാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ ആയത്, എന്താണ് UPSC, എന്താണ് സ്റ്റേറ്റ് PSC, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരുടെ ഫംഗ്ഷൻസ്, അവരുടെ ചെയർമാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരുടെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചുമതലകൾ എന്തൊക്കെയാണ്, അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ എന്താണ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആൻഡ് ബ്യൂറോക്രസി, എന്താണ് ബ്യൂറോക്രസിയെ കുറിച്ചിട്ട് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അവരുടെ ഫംഗ്ഷൻസ്, അവരുടെ പവർ എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അവിടുന്ന് വൺവേഡിൽ ഉണ്ടാവാം, അതും കൃത്യമായിട്ട് പുസ്തകത്തിലുണ്ട്. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചിട്ട് വേണം പോകുവാനായിട്ട്. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? അപ്പൊ നമുക്കൊരു 5-8 മിനിറ്റ് കൂടെ ഉണ്ട്. ഓക്കെ, പറഞ്ഞോ. നിങ്ങളുടെ ആഗ്രഹം എന്താണ്? ആഗ്രഹം എന്താണ്? പാസ്സാവണം. അപ്പം നമ്മൾ എന്താണോ നിരന്തരം ആഗ്രഹിക്കുന്നത്, നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്താൽ അത് കൃത്യമായിട്ട് നേടുക തന്നെ ചെയ്യും അല്ലെ. നമ്മൾ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി നിരന്തരമായിട്ട് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി നിരന്തരം നമ്മൾ അതിന്റെ പുറകെ തന്നെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ അത് നേടുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ എപ്പോഴും പല കാര്യങ്ങളിലും കർമ്മനിരതരായിരിക്കുക, അതായത് നല്ലപോലെ വർക്ക് ചെയ്യുക. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പൊ അതിന് നിങ്ങൾക്ക് ഒത്തിരി ആഗ്രഹങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് വർക്ക് ചെയ്യുക അല്ലേ. അപ്പൊ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നേടാനുണ്ട്, അതിലൊരു ചെറിയൊരു ഭാഗം മാത്രമാണ്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്താണ്, നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ വീണ്ടും പുറകെ ഓടിച്ചിട്ട് പിടിക്കുന്നു അല്ലെ. ആ ഫിനിഷിംഗ് പോയിന്റ് ആണ് ഇന്ന് നിങ്ങൾ മറികടക്കുന്നത് അല്ലെ. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് വരുമ്പോൾ എല്ലാവരും നല്ലപോലെ വിജയിക്കണം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം, നമുക്ക് സമയമുണ്ട്. ഇനിയുണ്ടൊരു 10 മിനിറ്റ് അടുത്ത്. ഏതെങ്കിലും മേഖലയെ കുറിച്ചൊക്കെ ജസ്റ്റ് ഒരു കാര്യങ്ങൾ. സാറേ, ഹിസ്റ്ററിയിലുണ്ടല്ലോ, നമ്മൾ ഓപ്ഷൻ മൊഡ്യൂൾ 1 ഓപ്ഷൻ മൊഡ്യൂൾ 2 ഉണ്ടായിരുന്നു. അപ്പൊ അത് കൾച്ചറൽ ഇന്ത്യ ആയിരുന്നു. പക്ഷെ നമ്മൾ ഫസ്റ്റത്തെ ഇതിൽ നിന്നിട്ട് ഓപ്ഷൻ മൊഡ്യൂളിലെ ആ കൾച്ചറൽ ഇന്ത്യയെ കുറിച്ചായിരുന്നു ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പൊളിറ്റിക്സ് സെൻസിൽ നമ്മൾ ഇതിന് അത്ര പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ഇതിൽ നിന്നായിരിക്കും ഒരുപക്ഷെ അങ്ങനെ തോന്നുന്നു. ശരിയാണോ സാർ? അങ്ങനെ ആവാമോ? ഇങ്ങനെയാണ് ഏറ്റവും കൂടുതൽ കൾച്ചറിൽ നിന്നാണ് ചോദിച്ചത് ഏറ്റവും കൂടുതൽ. ഏറ്റവും കൂടുതൽ മറ്റേ നമ്മൾ വേൾഡ് വാർ എല്ലാം കാണാപ്പാടം പഠിച്ചിട്ട് പോയി. പക്ഷെ കൾച്ചർ ഇന്ത്യയിൽ നിന്നാണ് കംപ്ലീറ്റ്ലി ക്വസ്റ്റ്യൻസ് ഹിസ്റ്ററിക്ക് വന്നത്.
ഹിസ്റ്ററിക്ക് വന്നത് അല്ലേ? ഓക്കെ. അപ്പൊ നമ്മളങ്ങനെ നമ്മൾ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പോവുക. മിക്കവരും അവസാനം ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ ആദ്യത്തെ ജനറൽ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് പോകും. എപ്പോഴും സംഭവിക്കും. ഞാൻ എപ്പോഴും ക്ലാസ് പറയാറുണ്ട്, നമ്മൾ ഈ ഓപ്ഷണൽ മൊഡ്യൂളൊന്നും പഠിക്കില്ല, പഠിക്കാതെ പോകും. നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കില്ല. അപ്പൊ കേട്ടോ, അപ്പം ഓൾറെഡി എനിക്ക് പറഞ്ഞാൽ ഞാൻ ഓഫ്ലൈനിൽ പഠിക്കുന്ന കുട്ടികളെ ഞാൻ ആദ്യം കുറെ ഈ ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. അപ്പൊ ഇപ്പോൾ ഞാൻ പറയാറുണ്ട്, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണ് പഠിക്കുക. അപ്പൊ എന്ത് ചെയ്യുക, മാക്സിമം അത് ആദ്യം നോക്കുക കേട്ടോ. ഈ ഓപ്ഷൻ മൊഡ്യൂളൊക്കെ അവസാനം വെക്കുമ്പോൾ നമ്മൾ ഇത് പഠിക്കില്ല. അപ്പൊ അത് കുറച്ചിനുള്ളിൽ 2 ചാപ്റ്ററിലുള്ള അവസാനം നോക്കാം, അതിൽ ഏത് ഓർമ്മ പഠിച്ചാൽ പോരെ എന്നുള്ളത് കാരണം ഇത് മാറ്റി വെക്കും, പിന്നെ ഇത് പഠിക്കില്ല. അപ്പൊ അതിന് ചോദ്യം വരുമ്പോൾ നമുക്കൊരു അവിടെ നിന്ന് ഒരു ഓർക്കുക, 1 വേർഡ് ഉണ്ട്, ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, എസ് ടൈപ്പ് ക്വസ്റ്റ്യൻസും വരും. ഇപ്പൊ എത്ര മാർക്ക് അവിടെ നിന്ന് 8, 10, 10, 15 മാർക്ക് അവിടെ നിന്ന് തന്നെ വരുന്നുണ്ട് അല്ലെ? അപ്പൊ അതനുസരിച്ച് അത് നന്നായിട്ട് ആ മേഖല നന്നായിട്ട് പഠിച്ചു പോവുക കേട്ടോ. സമയമുണ്ട്, ഈ അവസാന നിമിഷങ്ങളിലൊക്കെ വായിക്കുന്നതിൽ നമുക്ക് കൂടുതൽ മാർക്ക് നേടുന്നത്. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ എന്തെങ്കിലും? നമ്മൾ ഏതാണ്ട് റിവിഷൻ മൊത്തത്തില് 1 വേർഡ് ഉൾപ്പെടെ കേട്ടോ, എന്ത് വേണമെങ്കിലും ചോദിക്കാം കേട്ടല്ലോ. അതുപോലെ തന്നെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഈ നമ്മള് 3, 4 ചാപ്റ്ററുകളിൽ ഒന്നാമത്തെ 3, 4 ചാപ്റ്ററിലൊക്കെ ഒത്തിരി 1 വേർഡ് ഉണ്ട്. വാട്ട് ഈസ് സ്റ്റേറ്റ്, സൊസൈറ്റി, നേഷന്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ. അവിടെ കുറെ ഡിഫറൻസ് ചോദ്യങ്ങളുണ്ട്. വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ്, വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി, സ്റ്റേറ്റ് ആൻഡ് അസോസിയേഷൻ അല്ലെ, വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് നേഷൻ, അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ. പിന്നെ അടുത്ത ചാപ്റ്ററിലേക്ക് വരുമ്പോൾ 4ാമത്തേലേക്ക് വരുമ്പോൾ മാർക്സിസം, ലിബറലിസം, ഗാന്ധിസം അത് പഠിച്ചു വെക്കണം കേട്ടോ. അത് നമ്മൾ അവിടുന്ന് പിന്നെ ചോദിക്കാം, സീരിയസ് സർപ്ലസ് വാല്യൂ എന്തെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ഡയലക്ടിക്കൽ മെറ്റീരിയലിസം അങ്ങനെ സെപ്പറേറ്റ് ചോദിക്കാം. ക്ലാസ് വാർ, വർഗ്ഗസമരം, മിച്ചമൂല്യ സിദ്ധാന്തം, അതൊക്കെ സെപ്പറേറ്റ് ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കുന്നതാണ്. ഞാൻ നിങ്ങളോട് 1 വേർഡ് എന്ന് പറയുന്ന 1 വേർഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതോടൊപ്പം തന്നെ അതേപോലെ തന്നെ പകുതി പ്രാധാന്യം എന്തിനു കൊടുക്കണം, നിങ്ങളുടെ ഷോർട്ട് ആൻസറുകൾക്കും കൊടുക്കുക എന്നുള്ളതാണ്. ക്ലിയർ ആയോ? ഓക്കെ സർ. ഓക്കെ. അപ്പൊ ജിൻസി, നസ്ലി, നീന, ആദി, എല്ലാവരും ഓക്കെ ആണല്ലോ അല്ലെ? ആഷ ക്ലാസ്സിലില്ലേ? ഉണ്ട് സാറേ. ഓക്കെ. എന്തായി, എല്ലാവരും ഓക്കെ ആണോ? പ്രീതി, സിനോജ് അല്ലെ, വിനീത, വിവേക്, സിജിൻ, എല്ലാവരും എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിക്കണം കേട്ടോ. അപ്പൊ എക്സാം നന്നായിട്ട് എഴുതുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒന്നും അറിയില്ലേ പോലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞിരുന്നു, നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കുമ്പോൾ അതിന്റെ സബ് പോയിന്റുകളെങ്കിലും കാണാതെ പഠിച്ചിട്ട് പോകുക. എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സബ് പോയിന്റുകൾ പഠിച്ചിട്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും എഴുതി വെച്ചാൽ, പേപ്പർ നോക്കുന്ന അധ്യാപകരൊന്നും മൊത്തം പേപ്പറിൽ വായിച്ചു നോക്കൊന്നുമില്ല കേട്ടോ. നമുക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ചില ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് അതിനിപ്പോ മാർക്സിസത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഒന്നും അറിയത്തില്ല. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്താണ്? കാൾ മാർക്സും പ്രളയകംഗ്രസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ 1848 കൊണ്ടുവന്നു എഴുതിയെന്നും 1867 ദാസ് ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനം എഴുതിയെന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ പറ്റത്തില്ലേ? അദ്ദേഹത്തിന്റെ മറ്റു സിദ്ധാന്തങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് പഠിക്കാം അല്ലെ? മിച്ചമൂല്യ സിദ്ധാന്തം, വർഗ്ഗസമരം കുറെയൊക്കെ പഠിച്ചു വെക്കത്തില്ലേ? അപ്പൊ അങ്ങനെ ഒരു 5-6 3-4 എഴുതി വെക്കുമ്പോൾ തന്നെ എന്താണ്, എക്സ്പ്ലനേഷൻ അറിയില്ല എന്ന് വിചാരിക്കുക. പക്ഷെ ഹെഡിങ് കൊടുത്ത് അതിനെക്കുറിച്ച് കൃത്യമായി എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറെ പോയിന്റുകൾ എഴുതി വെച്ചാൽ തന്നെ അവിടെ മാർക്ക് വീണു. അതുപോലെ തന്നെ പരമാവധി എപ്പോഴും ഞാൻ പറയുന്നുണ്ട്, അപ്പൊ ആദ്യം അറിയാവുന്ന എഴുതുക. അങ്ങനെ താല്പര്യമുള്ളവരെ ഓർഡറായിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക, ഏറ്റവും നല്ലതാണ്. പേപ്പറിന്റെ ഒരു ഭംഗി ഇപ്പോഴും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ഷഫിൾ ചെയ്ത് എഴുതുന്നവർക്ക് കുഴപ്പമൊന്നും സംഭവിക്കാനൊന്നുമില്ല. പിന്നെ ഇച്ചിരി പ്ലസ് പോയിന്റ് ആയിരിക്കും ഓർഡറിൽ എഴുതി കഴിയുമ്പോൾ. അപ്പൊ ആദ്യത്തെ 1 വേർഡുകൾ, ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ 1 വേർഡ് തന്നെ. പിന്നെ ഫിലിം ദ ബ്ലാങ്ക്സ്. അപ്പൊ നോക്കുന്നവർക്ക് ഒരു എളുപ്പമുണ്ട് എപ്പോഴും നോക്കാനായിട്ട്, കൃത്യമായ ഒരു പ്ലാനിങ് കൂടി കൊടുക്കും. ഈ ഷഫിൾ ചെയ്ത് എഴുതാന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന ആദ്യം എഴുതി വെക്കാന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മൈൻഡിൽ കിടക്കുന്ന കാര്യങ്ങളെ ആദ്യം പെട്ടെന്ന് എഴുതാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ വന്നാലും നമ്മൾ 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ നമ്മളോട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾ എങ്ങനെ എഴുതാൻ തീരുമാനിക്കുന്നത്? ഷഫിൾ ചെയ്ത് എഴുതുവാണോ, ആദ്യം അറിയാവുന്ന എഴുതുവാണോ? നിങ്ങളോട് എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? ആദ്യം നിങ്ങളുടെ ഇഷ്ടം പോലെ കേട്ടോ, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ, അത് നിങ്ങളുടെ ഒരു ചോയ്സ് ആണ്. ഓക്കെ. ഇതിൽ ഞാൻ എന്റെ ഒരു ആശയം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പരമാവധി ഓർഡർ ആക്കി എഴുതാൻ ശ്രമിക്കുക. നിങ്ങൾ എങ്ങനെ ചെയ്യുന്നത്? ഹിസ്റ്ററിയിൽ ഞങ്ങൾ അങ്ങനെ എഴുതി സാറേ. ആദ്യം ക്വസ്റ്റ്യൻസിന്റെ എല്ലാം ഫസ്റ്റ് ഓർഡർ ആയിട്ട് എഴുതി, അതിനുശേഷം 1 വേർഡ് ലാസ്റ്റ് എഴുതി. ഓക്കെ. അങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല. ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ എല്ലാം ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒരു പിന്നീട് വരുന്ന കുറച്ചും കൂടെ വലിയ ക്വസ്റ്റ്യൻസ് ആ രീതിയിൽ ചെയ്യുക. പിന്നീട് എന്താണ്, 1 വേർഡുകൾ തന്നെ എഴുതുക. എന്ന് വെച്ചാൽ നിങ്ങൾ മിക്കപ്പോഴും കാണാറുള്ള പ്രോബ്ലം, ആദ്യത്തെ ഒരു 5 1 വേർഡ് എഴുതി വെക്കും, എന്നിട്ട് പിന്നെ ഒരു 5 ഷോർട്ട് ക്വസ്റ്റ്യൻസ് എഴുതി വെക്കും, പിന്നെ ഒരു 1 വേർഡ് എഴുതും. അപ്പൊ ഇതെന്ന് വെച്ചാൽ നമുക്ക് നോക്കുമ്പോൾ പിന്നീട് എല്ലാം ഇത് ഈ അധ്യാപകർക്ക് വലിയൊരു തലവേദനയായിരിക്കും. കാരണം പേപ്പർ നോക്കുന്നവർ ഇങ്ങനെ ഒരു പ്രത്യേക മൈൻഡിൽ ഇരിക്കുന്നവരാ. അപ്പം എന്താണ്, ഭയങ്കര ഇതായിരിക്കും. അപ്പൊ ഓർഡറിൽ അങ്ങ് വരുവാണെങ്കിൽ ആ പേപ്പർ നോക്കുമ്പോൾ തന്നെ ഒരു പെട്ടെന്ന് നോക്കി തീരുകയും ചെയ്യുമ്പോൾ ഓർഡറിൽ അങ്ങ് പൊക്കോളും ചെയ്യും. അപ്പൊ മാർക്ക് ഇടാനുണ്ട്. ഇതിപ്പം നിങ്ങളൊരു ഷോർട്ട് ആൻസർ എഴുതാൻ പറഞ്ഞപ്പോൾ ഒരു 2 1 വേർഡ് എഴുതി വെച്ചു, പിന്നെ ഒരു വലിയ എസ് എഴുതി വെച്ചു.
അപ്പോൾ പിന്നെ ഇതിനടുത്ത് ബാക്കി കിടക്കുകയാണ്. അപ്പോൾ വരുമ്പോൾ എല്ലാം ഇങ്ങനെ ഷഫിൾ ചെയ്യും, വലിയ ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ നമ്മളും എടുക്കും. അപ്പോൾ ആ പറഞ്ഞ ഓർഡറിൽ എഴുതുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഐഡന്റിറ്റിയാണ്, നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി കാണിക്കുന്നതാണ്. എന്തായാലും നമ്മൾ പരീക്ഷയ്ക്ക് വളരെ കൃത്യമായിട്ട് എഴുതണം. പിന്നെ ചിലർ പറയും മാർക്ക് ആദ്യം അറിയാവുന്ന ആദ്യം എഴുതിച്ചോളൂ. നമ്മൾ എന്തായാലും ഒരു കൊട്ടയ്ക്കത്ത് നിറച്ചിട്ട് ഒന്നും കൊണ്ടുവെക്കുന്നില്ലല്ലോ, ഉണ്ടോ? ഇല്ല. നമുക്ക് എന്തായാലും ആ 2.5-3 മണിക്കൂർ ഇരുന്ന് അറിയാവുന്ന കാര്യങ്ങൾ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം അറിയാവുന്നത് കയറുന്ന വഴി നമ്മൾ അങ്ങ് മറന്നു പോകണമെങ്കിൽ പൊക്കട്ടെ, കുഴപ്പമില്ല അല്ലെ. അപ്പൊ കയറുന്ന വഴി നമ്മളവിടെ ഇരുന്നു ആദ്യം അറിയാവുന്ന മൊത്തം എഴുതി വെച്ചു. എല്ലാം ഒന്നിച്ച് എഴുതാൻ പറ്റില്ലല്ലോ, ഓരോന്നോരോന്നിൽ എഴുതാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് 1 മുതൽ 50 വരെ ചോദ്യങ്ങളുടെ 50 കൃത്യമായിട്ട് ഓർഡറിൽ എഴുതി പോകണമെങ്കിൽ പിന്നെ ചോദ്യം വായിച്ചു നോക്കണം. ഒന്നോ രണ്ടോ പ്രാവശ്യം വായിച്ചിട്ട് മാത്രമേ ചോദ്യം എഴുതാൻ പാടുള്ളൂ, ഒത്തിരി പാടുള്ളൂ. അതൊക്കെ അറിയാലോ, പ്രത്യേകിച്ച് പൊളിറ്റിക്സിനെ സംബന്ധിച്ച്. പിന്നെ പൊളിറ്റിക്സിൽ നിന്ന് ജനറൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അത് കൃത്യമായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടല്ലോ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി വെച്ചിട്ട് വേണം പോകാനായിട്ട്. കാരണം ഈ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ പഴയ പോലെ ഒന്നുമല്ല, ചെറിയ ഒത്തിരി മാറ്റം വരുത്തിയിട്ടുണ്ട് നിങ്ങളുടെ സിലബസിൽ. ആ വൺവേഡുകളൊക്കെ നന്നായിട്ട് ചെയ്യുക. ഒന്നും അറിയില്ല എന്നും പറഞ്ഞ് ഒരു ക്വസ്റ്റ്യൻ പോലും വിട്ട് കളയരുത്. അത് തെറ്റിപ്പോട്ടെ, അത് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് എന്തെങ്കിലും അതിനെക്കുറിച്ച് എഴുതി വെക്കുക കേട്ടല്ലോ. നമ്മുടെ ഒരു എക്സാം സെന്ററിൽ സാറ് പറഞ്ഞു ഹിസ്റ്ററിക്ക് കുറച്ച് പേർക്ക് ഇങ്ങനെ കിട്ടാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോ പറഞ്ഞു ഒന്നും കിട്ടിയില്ലെങ്കിലും അത് ബേസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചണം, ഫില്ല് ചെയ്തിരിക്കണം മൊത്തം എന്ന് പറഞ്ഞു. അപ്പം എന്തായാലും നിങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ നിങ്ങൾ ഈ ഫില്ല് ചെയ്യാൻ പറയുന്നത് നിങ്ങളുടെ ചില കാര്യങ്ങൾ ഒഴിവാക്കുന്നുണ്ടല്ലോ, ഓവർ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതും കൂടി ആഡ് ചെയ്ത് വെച്ചേക്കരുത് കേട്ടോ. അതും ശ്രദ്ധിക്കണം. സാറെല്ലാം എഴുതാൻ പറഞ്ഞു, അങ്ങനെയല്ല എല്ലാ ക്വസ്റ്റ്യൻ നമ്പറിനും അതല്ല എല്ലാ ക്വസ്റ്റ്യനും എഴുതിയ ഒന്നും വിടരുതെന്ന്. ഓക്കെ. അപ്പൊ 54 ചോദ്യം ഉണ്ടെങ്കിൽ 54 ചോദ്യത്തിന്റെ ഉത്തരം കൃത്യമായിട്ട് എഴുതി വെക്കുക. ഉത്തരം എന്ന് പറഞ്ഞാൽ നമുക്കത് എന്താണ് ഒന്നും അറിയില്ല, നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. പക്ഷെ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു 1-2 പാരഗ്രാഫ് ഒക്കെ എഴുതി വെച്ചേക്കുക. അറ്റൻഡ് അതൊക്കെ മാർക്കൊക്കെ കിട്ടും. നമ്മൾ അറ്റൻഡ് ചെയ്ത് ഒരു 1/2 മാർക്കിൽ അവർ ഇട്ട് തരും, എന്തെങ്കിലും തരും. ചുമ്മാ ഒന്നും അറിയില്ല, നിങ്ങൾ ഒരു പാരഗ്രാഫ് എഴുതി വെച്ചു 1/2 മാർക്കെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യും അവിടെ കിട്ടും. മനസ്സിലായോ? അപ്പൊ അതൊക്കെ നിങ്ങളുടെ പരീക്ഷയ്ക്ക് നിങ്ങൾ ജയിക്കാനുള്ള തന്ത്രങ്ങൾ. പ്രത്യേകിച്ച് ഇത് നമ്മളൊരു മത്സര പരീക്ഷയൊന്നും അല്ല, നിങ്ങളുടെ +2 പാസ്സാവാനുള്ള ഒരു ഇതാണ്. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, അത് നിങ്ങൾ ചെയ്യുന്ന മാർക്ക് അവിടെ നിങ്ങളുടെ 2.5 മണിക്കൂർ നിങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്താൽ ആ 3 മണിക്കൂർ നിങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. വെറുതെ എന്തെങ്കിലും ചുമ്മാ എന്തെങ്കിലും കറക്റ്റ് ചെയ്യും, എനിക്കറിയത്തില്ല ഞാൻ അവിടെ എന്തെങ്കിലും കാണിച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടേണ്ട 1/2 മാർക്ക് അവിടെ പോയി. അങ്ങനെ ഒരു 4-5 ക്വസ്റ്റ്യൻസ് മാർക്ക് കിട്ടി കഴിയുമ്പോൾ എത്രയാവും, പല മാർക്കുകളാവും. മാർക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. 2-3 മാർക്ക് 3 മാർക്ക് 4 മാർക്ക് വരും. ആ 4 മാർക്കായിരിക്കും ചിലപ്പോൾ നിങ്ങൾ പാസ് ഔട്ട് ആവേണ്ട അടുത്തത് അല്ലെ. ഇപ്പൊ നിങ്ങൾക്ക് 30 വേണ്ടെങ്കിൽ അവിടെ 26 മാർക്ക് അല്ലെങ്കിൽ 35 വേണ്ടെങ്കിൽ 31 കിട്ടി അല്ലെ. ഞാൻ പറഞ്ഞ പോലെ ചില പോയിന്റുകൾ ചെയ്ത് ബാക്കി 4 മാർക്ക് അവിടെ വന്നില്ല, 35 ആ രീതിയിലേക്ക് നിങ്ങൾ വരണം. എന്താണ് നിങ്ങൾ തീർച്ചയായിട്ടും വർക്ക് ചെയ്തല്ല നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും, അതിൽ മാറ്റമൊന്നുമില്ല. അപ്പം നാം നിരന്തരം ആഗ്രഹിക്കുന്നത് എന്താണോ അതെന്താണ്, അത് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും. അത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരും. വെറുതെ ഒരു കാര്യം വരത്തില്ല, നമ്മൾ അധ്വാനിക്കണം, അതിനുവേണ്ടി നിരന്തരം വർക്ക് ചെയ്യണം കേട്ടോ. എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതുക. എല്ലാ ആശംസകളും. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളും ഉണ്ടോ? എന്ന് ചോദിച്ചോ, ഒരു മിനിറ്റ് ഉണ്ട്, പെട്ടെന്ന് എന്തെങ്കിലും ചോദിച്ചോ. നമ്മള് ഏതാണ്ട് എല്ലാ റിവിഷൻസും എല്ലാ ചാപ്റ്ററുകളും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പ്രധാനമായിട്ട് തന്നു കഴിഞ്ഞു. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് പരീക്ഷ എഴുതുക. എല്ലാവരും എന്താണ് ഒരു യുദ്ധം അല്ലെ. ഇന്ന് രാവിലെ ഒരു 2 മണിക്ക് വലിയൊരു വാറ് നടക്കാൻ പോവാണ്. ആ വാർ എല്ലാവരും ഫൈറ്റ് ചെയ്യാണ് അല്ലെ. അപ്പൊ എല്ലാവരും ഫൈറ്റ് ചെയ്യേണ്ട, എല്ലാവരും നിങ്ങളുടെ ആയുധങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചേക്കുക. അപ്പൊ എന്ത് ചെയ്യുക, അതിൽ നന്നായിട്ട് മത്സരിക്കുക. വൈകുന്നേരം എക്സാം കഴിയുമ്പോൾ എന്ത് ചെയ്യണം, പോകുന്ന പോലെ ആയിരിക്കും തിരിച്ചു വരുന്നത്. പോകുമ്പോൾ ഒരു ടെൻഷൻ ആയിരിക്കും, തിരിച്ചു വരുമ്പോഴോ യുദ്ധം ജയിച്ച തൃപ്തിയോടുകൂടി വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, പരീക്ഷ എഴുതി ഹോളിൽ നിന്ന് ഇറങ്ങുവാനായിട്ട്. അങ്ങനെ ആയിരിക്കുമോ? അങ്ങനെയെങ്കിൽ എല്ലാവരും